സ്മിതശ്രീമുഖീ അപ്സരാമദവർഷിണീം സമതലം കീർത്തനാലാഭിനി ശ്യാമാംഗീം മതിസന്ധ്യസൗന്ദര്യാത്മികാമീശ്വരീ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാമയം നമാമി ഭഗവത്പാദം ശ്രീയോഗശങ്കർ ശങ്കരാചാര്യം കേശവരായ പ്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി വ്യോമവ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ബൃഹദാരണ്യകം ഒന്നാം അധ്യായം രണ്ടാം ബ്രാഹ്മണം മൂന്നാം മണ്ഡലം ആന്യകം 1 സത്രേധ ആത്മാനം വ്യാകുരുത ആദിത്യം തൃതീയം വായും തൃതീയം സ ഏഷ പ്രാണാസ്ത്രേധ വിഹിതഃ തസ്യ പ്രാചീദിക് ശിരോ അസൗച ഈറമ്മൗ അഥാസ്യ പ്രതീചീദിക് പുച്ഛം അസൗച സഖ്യോ ദക്ഷിണാ ച ഉദീചി ച പാർശ്വേ ദ്യൗഃ പൃഷ്ഠം അന്തരിക്ഷം ഉദരം യം ഉരഃ സ ഏഷു അപ്തു പ്രതിഷ്ഠിതോ യത്ര ക്വചൈതി തദേവ പ്രതിഷ്ഠതി ഇത്യവും വിദ്വാൻ. ഇവിടെയും ഉപാസനയെ കുറിച്ചാണ് പറയുന്നത്. വിരാട് രൂപത്തിലുള്ള അഗ്നി എന്ന് പറയുന്ന പ്രജാപതിയാണ്. ആ പ്രജാപതിയെ കുറിച്ചുള്ള ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള കൽപ്പനകളാണ്. ഉപാസനയ്ക്ക് കൽപ്പന ആവശ്യമാണ്. ഇനി വരുന്ന ഭാഗത്തിൽ ഭാഷ്യകാരൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ആ പ്രജാപതി എന്ത് ചെയ്തു? ത്രേധ ആത്മാനം വ്യാകുലത തന്നെ മൂന്നാക്കി. അത് പറഞ്ഞു. ആദിത്യം തൃതീയം വായും തൃതീയം. അങ്ങനെ അഗ്നി വായു ആദിത്യന് മൂന്നെണ്ണത്തിനാണ്. ഒന്നിനെ അപേക്ഷിച്ച് മറ്റു രണ്ടിനെ അപേക്ഷിച്ച് മൂന്നാമത്തത് ഒന്ന്. അങ്ങനെ അഗ്നിയും വായുവിനെയും അപേക്ഷിച്ച് ആദിത്യൻ, ആദിത്യനെയും വായുവും അപേക്ഷിച്ച് അഗ്നി. അതാണ് പറയുന്നത് ആദിത്യം തൃതീയം വായും തൃതീയം. ഒന്ന് അശ്വമേധത്തിൽ അശ്വം, മറ്റൊന്ന് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഹിരണ്യഗർഭൻ, സൃഷ്ടിയിൽ വരുന്ന പ്രജാപതി, പിന്നെ വിരാട്. ഈ അശ്വത്തിൽ ഈ കൽപ്പനകളെല്ലാം നടത്തുകയാണ്. ഹിരണ്യഗർഭ കൽപ്പന, പിന്നീട് പ്രജാപതി കൽപ്പന, വിരാട് ഭാവന. അശ്വത്തിന്റെ ഭാഗങ്ങൾ, അവയവങ്ങളെല്ലാം ഈ വിരാട് ഭാവന, വിരാട്ടായിട്ട്, വിരാടിന്റെ ഭാഗങ്ങളായിട്ട്. സാധാരണ പറയുന്ന സർവാത്മഭാവം എന്ന് പറയുന്നതിന്റെ ഒരു വൈദികമായ രൂപം. സ ഏഷ പ്രാണസ്ത്രേധാവീത. ആ സ്വയം അത് തന്നെ മൂന്നായി മാറി. തസ്യ പ്രാചീദിക്ശിരഃ. ഈ കാണുന്ന അശ്വം, അതിന്റെ ശിരസ് അതെന്താണ്? പ്രാക് ദിക്കാണ്.
കിഴക്ക് ദിക്കാണ്. അസൂച ഇർമൗ, അതിന്റെ ഭുജങ്ങളാണ് മറ്റു രണ്ട് കോണുകൾ, ഈശാന കോണ്, ആഗ്നേയ കോണ് എന്നുള്ള ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. അധാസ്യ പ്രതീചി ദിക്, പശ്ചിമ ദിക് ആണ് അതിന്റെ വാല്. കാരണം രണ്ട് ഭാഗത്താണല്ലോ. കിഴക്കിന് നേരെ വിപരീതമാണ് പടിഞ്ഞാറ്, അപ്പോൾ തലയ്ക്ക് നേരെ വിപരീതമാണ് വാല്. അപ്പം അങ്ങനെയുള്ള ചില സമാനതകളെ കണ്ടുകൊണ്ട് ഈ കാണുന്ന ഈ അശ്വം തന്നെയാണ് വിരാട് എന്നിങ്ങനെ ഭാവന ചെയ്യുന്നു. അസൗച സക്ത്യു. പിന്നീട് വരുന്ന രണ്ട് കോണുകൾ, അതിന് അസൗ വായുകോണ്, നിരടുതി കോണ്. അതാണ് അതിന്റെ അശ്വത്തിന്റെ കാൽ തുടകൾ. ദക്ഷിണാച ഉദീചി പാർശ്വ, അതിന് രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ. ദക്ഷിണ ദിക്കും ഉത്തര ദിക്കുമാണ്. പൃഷ്ഠം പിൻഭാഗമാണ്. അന്തരീക്ഷം ഉദരം. ദേഹുപൃഷ്ഠം ദേവാണ് അതിന്റെ പിൻഭാഗം. അന്തരീക്ഷം ഉദരം, അന്തരീക്ഷമാണ് ഉദരം. ഉദരം വയറ് ഉള്ളിലുള്ള ഭാഗമാണല്ലോ, തുറന്ന ഭാഗമാണല്ലോ. അതുകൊണ്ട് അതിന് അന്തരീക്ഷത്തോട് പറയുന്നു. സയേഷ അപ്സു പ്രതിഷ്ഠിത, ജലത്തിൽ പ്രതിഷ്ഠിതമാണ്. കാരണം നേരത്തെ പറഞ്ഞ സൃഷ്ടി മുഖ്യമായ സ്ഥാനം ജലത്തിനുണ്ട്. എത്ര കൊച്ചീതി തദൈവ പ്രതിഷ്ഠിതേവം വിദ്വാൻ. ഇങ്ങനെ ഉപാസിക്കുന്നവനും അപ്രതിഷ്ഠ ഉണ്ടാകുന്നു പ്രപഞ്ചത്തിൽ. വൈദികമായ ഉപാസനയുടെ ഫലങ്ങളെക്കുറിച്ച് പറയുന്ന ഈ കീർത്തി, പ്രതിഷ്ഠ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതിനും പറയുന്ന സമാധാനം, ഈ ലോകത്തിൽ ആർക്കെങ്കിലും കീർത്തി, പ്രതിഷ്ഠ തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ അസാധാരണമായിട്ട്, സാധാരണ മനുഷ്യർക്കില്ലാത്ത രീതിയിൽ ആരിലെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപാസനയുടെ ഫലമാണ്. പൂർവ്വജന്മങ്ങളുടെ ഉപാസനയുടെ ഫലമായിരിക്കും ഈ ജന്മത്തിൽ അങ്ങനെയുള്ള കീർത്തിയും മഹത്വമെല്ലാം വരുന്നത്. അങ്ങനെ പറയാൻ കാരണം കീർത്തി, മഹത്വം തുടങ്ങിയ കാര്യങ്ങളൊന്നും എല്ലാം തന്നെ ഭൗതികമാണ്. അതെല്ലാം വരുന്ന ഈ ഭൗതികമായ ലോകത്തിന്റെ ഭാഗമായിട്ടാണ്. ആദിഭൗതികമായ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഭൗതികമായ ഫലം, അതാണ് ഉപാസനയുടെ ഫലം. അതുകൊണ്ടാണ് പറയുന്നത് ആത്മബോധം ഒഴികെ ഉള്ള സർവ്വതും ഭൗതിക ഫലങ്ങളാണ് ഉപാസനയുടെ ഫലം. ആ ഉപാസന ഇവിടെ പറയുമ്പോൾ നമ്മൾക്കൊരു പൊരുത്തക്കേട് തോന്നും. എന്താണ് അശ്വമേധം, അതിലെ കുതിര, അവിടെ ഭാവന, ഇതൊക്കെ എന്താണ്? നമ്മെ സംബന്ധിച്ച് ഉപാസന എന്ന് പറയുന്ന ദേവത ഉപാസനയും ക്ഷേത്ര ഉപാസനയും അല്ലെങ്കിൽ വല്ല മന്ത്രതന്ത്ര ഉപാസനകളൊക്കെ നമുക്ക് വശമുണ്ട്. നമുക്കൊരു പരിചയമില്ലാത്ത ഉപാസനകൾ. അത് വരാൻ കാരണം ഇത് വൈദിക കാലത്തിലെ ഉപാസന, വൈദിക സംസ്കാരത്തിനനുസരിച്ച് വൈദികർക്ക് വേണ്ടി ഉള്ള ഉപാസനയാണ്. ആ ഉപാസനകൾ അന്നത്തെ ഇതനുസരിച്ച് കർമ്മങ്ങൾക്കായിരുന്നു പ്രാധാന്യം. അതുകൊണ്ട് ആ കർമ്മങ്ങളോട് ചേർന്ന് വരുന്ന ഉപാസനകൾ ആ രീതിയിലാണ്. അതുകൊണ്ടാണ് നമുക്കതിൽ ഒരു പരിചയക്കുറവ് തോന്നുന്നത്. പക്ഷെ ഇത് അദ്വൈതത്തെ സംബന്ധിച്ചും ഭാഷ്യകാരനെ സംബന്ധിച്ച് ഈ പറയുന്നതിലൊന്നും ഉപാസന എന്നുള്ള അല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. കേവല ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് അകാമയത ദ്വിതീയോ ആത്മാ ജായേതേതി സമനസാ വാചം മിഥുനം സമഭവത് അശനായ മൃത്യു തദ്യദരേത ആസീത് സ സംവത്സരോ അഭവത് നഹ പുരാ തദ സംവത്സര ആസാ തം ഏതാവന്തം കാലം അബിഭഃ യാവാൻ സംവത്സരഃ തം ഏതാവതഃ കാലസ്യ പരസ്ഥാദ് അസൃജത തം ജാതം അഭിവ്യദദാത് സദ്ഭാണമകരോത് സൈവ വാക് അഭവത്.
ഇത് സ്വ അകാമേത ദ്വിതീയോ മേ ആത്മാ ജായേത. ആത്മാന്ന് വെച്ചാൽ ഇവിടെ ശരീരം. ആ മൃത്യുരൂപത്തിലുള്ള പ്രജാപതി പറഞ്ഞ മൃത്യുനെ വേദമാവൃതമാസി. ആ പ്രജാപതി ആഗ്രഹിച്ചെന്താണ്? എനിക്കിനി ഒരു ശരീരം കൂടി ഉണ്ടാകണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? സമനസാ വാചം മിഥുന സമബോധ. മനസ്സുകൊണ്ട് ചിന്തിച്ചു. ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? വേദത്തെ കുറിച്ച് ചിന്തിച്ചു. ഭാഷ്യകാരൻ പറയുന്നുണ്ട്, അശ്വനായ ഹി മൃത്യു. മൃത്യുവിനൊന്നും അശ്വന എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ വേദവിഹിതമായ ആ സൃഷ്ടിക്രമത്തെ ആ പ്രജാപതി ചിന്തിച്ചു എന്നാണ്. കാരണം സൃഷ്ടി പ്രജാപതി ആണെങ്കിലും പ്രജാപതിയും കുറിച്ച് പറയുന്നത് എന്താണ്? അതും ഒരു ജീവനാണ്. വൈദികമായി പറയുമ്പോൾ സാധാരണ നമ്മൾ മനുഷ്യരെന്നോ മൃഗമെന്നോ പക്ഷിയെന്നോ പറയുന്നത് പോലെയല്ല. അതും സൃഷ്ടമായതാണ്. അതുകൊണ്ട് അതൊരു ജീവനെന്ന് പറയും. അപ്പം അതിനും ഈ സൃഷ്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആലംബം ആവശ്യമാണ്. അപ്പോൾ അത് വേദത്തെക്കുറിച്ച് ചിന്തിച്ചു. വേദം എവിടുന്ന് വന്നു? പൂർവ്വകൽപ്പത്തിലെ വേദം സങ്കല്പിച്ചു. സൃഷ്ടിക്ക് വേണ്ട വീര്യമുണ്ടായി. തത് എതിരേതാസീസ സംവത്സര ഭവത്. അങ്ങനെ കാലമുണ്ടായി. അപ്പോൾ കാലം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സൃഷ്ടിക്ക് മുമ്പ്, സൃഷ്ടിക്ക് ശേഷം എന്നെല്ലാം പറയുമ്പോൾ തന്നെ കാലമുണ്ടല്ലോ. പിന്നെന്താ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കാലത്തെക്കുറിച്ച് പറയുന്നത്? എന്ന് പറയുന്നത് ആ കാലം എന്ന് പറയുന്നത് ഇപ്പോൾ ദേവന്റെ കാലമല്ല, മനുഷ്യന്റെ കാലം എന്ന് പറയുന്നത്. ദേവവർഷം, മനുഷ്യവർഷം, ഇതെല്ലാം പുരാണങ്ങളിലും മറ്റും ചർച്ച ചെയ്യുന്നുണ്ട്. സംവത്സരം എന്ന് പറയുന്നത് ഈ മനുഷ്യന് ജീവന് വിഷയമായിരിക്കുന്ന സംവത്സരം പോലെയുള്ള കാര്യങ്ങൾ. അത് സൃഷ്ടിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള സംവത്സര ഭവത് അതുണ്ടായി. അത് എന്തിനാ ഇത് ഇങ്ങനെ പറയുന്നത്? അതിനും ആ വിരാട് ഭാവനയ്ക്ക് വേണ്ടിയിട്ട്. കാലവും ആ വിരാടാണ്. നഹപുരാത്തത് സംവത്സര അസ. അതിനൊന്നും ഈ സംവത്സരമൊന്നും ഉണ്ടായിരുന്നില്ല. ജീവന്റെ ഉപഭോഗക്ഷമമായ ജീവന അനുഭവിക്കത്തക്ക സംവത്സരം പോലുള്ള കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് മുമ്പ്. തമേതാവന്തം കാലം അഭിഭായാമാൻ സംവത്സര തം ഏതാവധ കാലസ്യ പരസ്താത് അസൃജതഃ. അപ്പോൾ അതുവരെ ഇതെവിടെയായിരുന്നു? എല്ലാം അതിലുണ്ടായിരുന്നു. എങ്ങനെയാണോ ഗർഭസ്ഥമായ ശിശു, അതുപോലെ പ്രജാപതിയിൽ തന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതിനെ പുറത്തെടുത്തു. യാമാൻ സംവത്സര തമേതാവധ കാലസ്യ പരസ്ത അസൃജ തം ജാതം പറയുന്നു. പിന്നെ സൃഷ്ടിക്കണം. അതുകൊണ്ടത് സൃഷ്ടിച്ചു. അപ്പം അവിടെ ഒരു ജീവനുണ്ടായി. വിരാട്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്നിവിടെ ഭാഷ്യകാരൻ പറയും, സംവത്സര മാത്രസ്യ പരസ്താദൂർധസൃജ സൃഷ്ടവാൻ അണ്ഡം അഭിനദ്. എങ്ങനെയാണോ അണ്ഡത്തിൽ നിന്ന് പക്ഷി പുറത്തു വരുന്നതുപോലെ ഒരു ജന്മം അവിടെ ഉണ്ടായി. തം ഏവം കുമാരം ജാതം അഗ്നിം പ്രഥമ ശരീരം അശ്വനാവത്വാ മൃത്യുർ അഭിവ്യാദത മുഖവിധാരണങ്ങളാൻ പറയുന്നു. അവിടെ മുതൽ പുതിയൊരു സൃഷ്ടി. ആ സൃഷ്ടിയുടെ പ്രത്യേകത എന്തായി? വിശപ്പുള്ള സൃഷ്ടി അങ്ങനെ ഉണ്ടായി. സർവത്തെയും ഭക്ഷിക്കുന്നതിന് യോഗ്യമായൊരു സൃഷ്ടി ഉണ്ടായി. ആ സൃഷ്ടി സജ കുമാരോ ഭീത. സൃഷ്ടിക്കപ്പെട്ട ആ ജീവൻ വിശപ്പുണ്ടായി, ഭയമുണ്ടായി, അത് ശബ്ദമുണ്ടാക്കി. അങ്ങനെ ആ ശബ്ദത്തിൽ നിന്ന് വാക്കുണ്ടായി. ഇത്തരത്തിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു ഭാവന, ഒരു കൽപ്പന
സൃഷ്ടി എന്താണെന്ന് വാസ്തവത്തിൽ അറിഞ്ഞിട്ട് വസ്തുനിഷ്ഠമായി വിശദീകരിക്കുന്നതല്ല. ഈ വിരാട് രൂപത്തിൽ കാണുന്ന ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടികർത്താവ് വേണം. ആ സൃഷ്ടികർത്താവ് സൃഷ്ടിക്കുമ്പോൾ അതിങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു ഭാവന, ആ സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം ഇന്നതൊക്കെ ആകാം എന്നുള്ള തരത്തിൽ ഒരു ഭാവന, ആ ഭാവനയ്ക്ക് വേണ്ടി ഇതെല്ലാം പറയുന്നു. അങ്ങനെ ഒരു ജന്മമുണ്ടായി, അത് ശബ്ദമുണ്ടാക്കി, അതിൽ നിന്ന് വാക്കുണ്ടായി, പുരാണങ്ങളിലും മറ്റും പറയുന്നു. ബ്രഹ്മാവ് ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു, ആ ബ്രഹ്മാവ് ആദ്യം ശബ്ദിച്ചു, ഓം അഥ തുടങ്ങിയ ശബ്ദങ്ങൾ സൃഷ്ടിച്ചു, അങ്ങനെ ശബ്ദമുണ്ടായി, ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അതിൽ നിന്ന് സൃഷ്ടിയുണ്ടായി. അപ്പം അതിൻ്റെയൊക്കെ ഒരു മൂലരൂപം എന്നുള്ള രീതി പറയും. ഈ ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു? ശബ്ദിച്ചാലേ ഉണ്ടാവും. ശബ്ദിക്കണമെങ്കിൽ ആര് ശബ്ദിക്കണം? ഈ കേവലമായ പരബ്രഹ്മത്തിന് ശബ്ദിക്കാൻ കഴിയില്ല. വേദം ഉൾപ്പെടെയുള്ള ശബ്ദം ഒക്കെ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ശബ്ദം പുറപ്പെടുവിക്കാൻ യോഗ്യമായ ഒരു ജീവനുണ്ടാക്കി. അത് മനുഷ്യജീവനല്ല, സൃഷ്ടിയുടെ ആദ്യം വരുന്ന ജീവൻ. അതിന് ചില ഭാഗങ്ങളിൽ അതിനെ പ്രജാപതി എന്ന് പറയും, ചിലയിടത്ത് ബ്രഹ്മാവ് എന്ന് പറയും, ചിലയിടത്ത് വിരാട് പുരുഷനെന്ന് പറയും, പല പേരുകളിലും പറയും, ഒരു സന്ദർഭം അനുസരിച്ച്. അങ്ങനെ ഒരു ജീവനിൽ നിന്നാണ് വേദം ഉൾപ്പെടെയുള്ള മുഴുവൻ ശബ്ദവും ഉണ്ടായത്. അപ്പൊ ശബ്ദം, ആ ശബ്ദത്തിന് കാരണമായിരിക്കുന്ന ജീവൻ, ആ ജീവന് കാരണമായിരിക്കുന്ന സൃഷ്ടികർത്താവ്, അതിനും കാരണമായിരിക്കുന്ന പരബ്രഹ്മം, അതിന്റെ സർവവ്യാപകത്വം, ഇതൊക്കെയാണ് ഈ ഭാവനയിലൂടെ ഉദ്ദേശിക്കുന്നത്. സ ഐക്ഷത യദിവാ ഇമം അഭിമംസ്യേ കനീയോ അന്നം കരിഷ്യൈതി സ തയാ വാച തേന ആത്മനാ ഇദം സർവം അസൃജത യദിദം കിഞ്ച യജോ യജുംഷി സാമാനിച്ഛന്താംസി യജ്ഞാൻ പ്രജാഃ പശൂൻ സ യദേവ അസൃജത തത് അത്തും അധ്രിയത സർവം വ അതീതി തദിതരേതരത് ഈദിത്വം സർവസ്യ ഏതസ്യ അത്ത ഭവതി സർവമസ്യ അന്നം ഭവതി ഏവമേതൻ അതിഥേരതിഥിത്വം വേദ തത് അതിഥേരതിഥിത്വം എന്നാണ് ഞാൻ വായിച്ചപ്പോൾ ഇടയ്ക്ക് മുറിച്ചുപോയി. അതിനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജീവനെ സൃഷ്ടിച്ചു, ആ ജീവൻ ഭയന്നു, അതിന് വിശപ്പുണ്ടായി, അത് ശബ്ദമുണ്ടാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ആ കുമാരനെ സൃഷ്ടിച്ച, ആ ജീവനെ സൃഷ്ടിച്ച മൃത്യു ചിന്തിച്ചു. സ ഐക്ഷത എന്നാണ്. എന്താണ് ചിന്തിച്ചത്? കാരണം മുമ്പ് പറഞ്ഞു, മൃത്യു എന്ന് പറയുന്നത് വിശപ്പ് കൊണ്ടാണ് മൃത്യു എന്ന് പറയുന്നത്. കാരണം വിശപ്പ് കൊണ്ടാണ് മനുഷ്യൻ ഭക്ഷിക്കുന്നത്, ഭക്ഷണത്തിലാണ് ഹിംസ എന്നാദ്യം പറഞ്ഞു. ഇവിടെ മൃത്യുവാണ് സൃഷ്ടിച്ചത്. മൃത്യു വിശപ്പുള്ളവനാണല്ലോ. അപ്പോൾ സൃഷ്ടിയെ കാണുമ്പോൾ അതിനെ അനുഭവിക്കുന്നതിന് ആഗ്രഹം വരും. പക്ഷേ ഇമം അഭിമംസി കനിയോ അന്യം കരിഷ്യൈതി. പക്ഷെ അല്പമായ ഒരു സൃഷ്ടിയെ തന്നെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം പോരാതെ വരുമല്ലോ എന്ന്. ഭക്ഷണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അനുഭവം. അപ്പൊ ജീവന് പ്രപഞ്ചത്തെ അനുഭവിക്കണം. അപ്പോൾ അനുഭവിക്കണമെങ്കിൽ അത് എത്ര വിപുലമാകുന്നു അത്രയും അനുഭവിക്കാമല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവന്റെ ആ ഭോക്തൃത്വഭാവം, ആ ഭാവത്തിലൂടെ ആ ജീവൻ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിലൂടെ, ജ്ഞാനകർമ്മ ഉപാസനകളിലൂടെയെല്ലാം ആ കാര്യത്തെ വിശദമാക്കാൻ വേണ്ടി പറയുന്നു. ഇതെല്ലാം ഈ പ്രപഞ്ചത്തെല്ലാം ഇങ്ങനെ നാനാരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് തന്റെ തന്നെ ഭോഗ്യത്തിന് വേണ്ടിയാണ്.
സൃഷ്ടികർത്താവിന്റെ തന്നെ ഭോഗ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ഭോക്താവും ഒരു ഭോഗ്യവും ആ രീതിയിൽ പ്രപഞ്ചം വേർതിരിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ ഭോക്താവിനെക്കുറിച്ചും ഭോഗ്യത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിലെല്ലാം പറയുന്നത്. പറഞ്ഞു കനിയോ അന്യം കരിഷ്യേ, ഞാൻ ഇപ്പോൾ ഈ ചെറിയൊരു സൃഷ്ടിയെ തന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അല്പമായിരിക്കും. ഇത് സത്തയോ വാചാത്തേന ആത്മന ഇതം സർവം അസൃജത. വാക്കുണ്ടായി, വാക്കിലൂടെ സർവത്തെയും, ഇവിടെയുള്ള സർവത്തെയും പിന്നീട് അത് സൃഷ്ടിക്കാൻ തയ്യാറായി. ജീവൻ ഈ ശബ്ദസ്പർശ രസ രൂപ ഗന്ധരൂപത്തിലുള്ള ഈ ഭോഗ്യത്തെയെല്ലാം അനുഭവിക്കുന്നു. അത് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന വളരെ വിപുലമായൊരു ഭോഗ്യപ്രപഞ്ചത്തെയാണ്. ജീവനും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ആ ബന്ധം ഭോക്തൃഭോഗ്യ ബന്ധമാണ്. അത് മുഖ്യമായിട്ടുള്ള ആ ബന്ധം ആ കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഉപാസകൻ അറിയണമല്ലോ എന്താണ് പ്രപഞ്ചം, എന്താണ് താൻ. അതിനുവേണ്ടി ആ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. തമേവം കുമാരം ജാതമഗ്നിം പ്രഥമശരീരം അശനായാവത്വ മൃത്യു അഭിവ്യാഗത മുഖവിധാരണകൃതവനത്ത്. ഇവിടെ ഭക്ഷിക്കുന്നതിന് വായ പിളർന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ കഴിക്കാമെന്നുള്ള അർത്ഥത്തിലല്ല. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിന്റെ ഭോഗ്യത്തിന്, അതിന്റെ അനുഭവത്തിന് തയ്യാറായി. അതല്പമാണ് സജകുമാരഭീത. ആ ശബ്ദമുണ്ടാക്കി എന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് അത് പോരാ എന്ന് തോന്നി സർവമസർജത. എന്താണ് എതിദം കിഞ്ചോ യജുംഷി സാമാനി ഛന്ദാംസ് സാമ രൂപത്തിലുള്ള ഈ വേദങ്ങൾ, ഛന്ദസ്സുകൾ, യജ്ഞങ്ങൾ, പ്രജകൾ, പശുക്കൾ ഇപ്പൊ പൂർണ്ണമായി അനുഭവിക്കാൻ ഇവിടെ ഒരുപാട് വസ്തുക്കളായി. എന്നിട്ട് എന്ത് ചെയ്ത് തത് അത്തും അധ്രീയത. അപ്പോൾ ശരി, ഇനി ഇതിനെ താൻ എന്താണ് സൃഷ്ടിച്ചത്? ഇതാണ് വേറൊരു തരത്തിൽ മുമ്പ് പറഞ്ഞെന്താണ് തത് സൃഷ്ടോ തദൈവ അനുപ്രാവശ്യ. സൃഷ്ടിച്ചിട്ട് സൃഷ്ടിച്ചവൻ തന്നെ അതിൽ പ്രവേശിച്ചു. ഇവിടെ വേറെ തരത്തിൽ പറയുന്നത് എന്താണോ, സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിയെ വളരെ വിപുലമാക്കിയിട്ട് ആ സൃഷ്ടിയെ അവൻ അത്താവായി, അനുഭവിക്കുന്നവനായി, അനുഭവിക്കുന്നതിന് തയ്യാറായി. സർവം മാതീതി തത് അതിഥിത്വം, അതിഥിത്വം എന്നാണ്. അങ്ങനെ സർവത്തെയും അദനം ചെയ്യാന്ന് വെച്ചാൽ ഭക്ഷിക്കുക. ഭക്ഷിക്കുന്നു. അങ്ങനെ അവൻ തന്നെ ഭോക്താവായി, സൃഷ്ടാവ് തന്നെ ഭോക്താവായി എന്നാണ്. അത് കൊണ്ടുവരുന്ന ഇവിടുന്ന് ഈ പ്രപഞ്ച സൃഷ്ടി അത് ഈ അല്പനായ ജീവൻ ചെയ്തതല്ല. ആ മൃത്യുവാണ് അത് ചെയ്തത്. പക്ഷെ ആ മൃത്യു തന്നെ ആ സൃഷ്ടിയെ വിപുലമാക്കിയിട്ട് അതിന്റെ ഭോക്താവായി മാറി. ഓരോ ജീവരൂപത്തിലും ഇരുന്നു ശബ്ദസ്പർശാദികളെ അനുഭവിക്കുന്നവനായി മാറിയത് ആ മൃത്യു തന്നെയാണ്. ഇത്തരത്തിൽ പരസ്പര ബന്ധത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ സൃഷ്ടികർത്താവിന്റെ വിരാട് ഭാവത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. അതെല്ലാം സൃഷ്ടിച്ചു. അതാണ് തത് അതിഥേർ അതിഥിത്വം. അവന്റെ ആ ഭോക്തൃത്വം എന്ന് പറയുന്ന അതാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് ശേഷിയുള്ള സർവജ്ഞനായിരിക്കുന്ന ആ സൃഷ്ടികർത്താവ് എങ്ങനെ കേവലം ഈ ശരീരത്തിൽ പരിച്ഛിന്നനായിരിക്കുന്ന ഭോക്താവാകും? ഇതാണല്ലോ ആർക്ക് സ്വീകരിക്കാൻ കഴിയാത്തത്. ആ പരബ്രഹ്മം തന്നെയാണ് ഈ ജീവനായിരിക്കുന്നത്, അല്ലെങ്കിൽ പരമേശ്വരൻ തന്നെയാണ് ജീവനായിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അതെങ്ങനെ സംഭവിക്കും? രണ്ടും രണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ളതാണല്ലോ. ഒന്ന് സൃഷ്ടികർത്താവായിരിക്കുന്നു, ഒരാളുടെ അല്പനായ ഭോക്താവായിരിക്കുന്നു. ആ ബന്ധത്തെ ഇവിടെ കൊണ്ടുവരികയാണ്. എന്തിന്? ജീവൻ ആ ബന്ധത്തെ ഭാവന ചെയ്യാൻ വേണ്ടി, ആ വിരാട് ഭാവത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി. അങ്ങനെ സർവത്തെ സൃഷ്ടിച്ചു. ഇതെല്ലാം ഭാഷ്യകാരൻ പറയും കർമ്മസാധനഭൂത.
ജീവന്റെ അനുഭവം എന്ന് പറയുന്നത് കർമ്മത്തിലാണ് തുടക്കം. കർമ്മം ചെയ്തിട്ട് അതിന്റെ ഫലരൂപത്തിൽ സർവത്തെയും അനുഭവിക്കുന്നു. അങ്ങനെ കർമ്മം ചെയ്ത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ധരിച്ചോ യജോംഷി സാമാനി ഛന്ദാംസി, വേദം വേണം, വേദത്രയി. അതിൽ പറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അതിനു വേണ്ടിയുള്ള കർമ്മസാധനങ്ങൾ വേണം. അപ്പോൾ വൈദികനെ സംബന്ധിച്ചിടത്തോളം കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദത്തിൽ പറയുന്നതാണ്. നമ്മുടെ മനസ്സിൽ കർമ്മം എന്ന് പറയുമ്പോൾ സാധാരണ പ്രവൃത്തികൾ വരും. ഭാഷ്യകാരനിവിടെ വൈദിക കർമ്മങ്ങളെ മുഖ്യമായി പറയുന്നു. അങ്ങനെ കർമ്മങ്ങൾക്ക് വേണ്ട ഉപകരണങ്ങളെ സൃഷ്ടിച്ചു, അവൻ കർമ്മത്തെ ചെയ്തു, അവൻ തന്നെ ഈ സർവ്വശരീരങ്ങളിലും ഭോക്താവായിരിക്കുന്നു എന്നാണ്. സോ അകാമയത ഭൂയസ യജ്ഞേന ഭൂയോ യജേയേതി സോ അശ്രാമ്യത് സ തപോ അതപ്യത തസ്യ ശ്രാന്തസ്യ തപ്തസ്യ യശോ വീര്യം ഉദക്രാമത് പ്രാണാവൈ യശോ വീര്യം തത് പ്രാണേഷു ഉത്ക്രാന്തേഷു ശരീരം സ്വയിതും അധ്രിയത തസ്യ ശരീരേവ മന ആസീത്. വാ പ്രജാപതി കാമേത കാമിച്ചു. എന്താണ് കാമിച്ചത്? ഭൂയസേന ഭൂയോ യജ്ഞേയ, ഞാൻ ഈ അശ്വമേധം തുടങ്ങി അതിന്റെ സന്ദർഭമുണ്ടോ? യജ്ഞത്തിലൂടെ ആ യജ്ഞകർമ്മത്തെ അനുഷ്ഠിക്കും. ഇവിടെയും പറഞ്ഞു വരുന്നത് എന്താണ്? കേവലം അശ്വമേധം എന്ന് പറയുന്നത് വൈദികൻ ചെയ്യുന്ന കർമ്മമാണ്. പക്ഷെ ഈ കർമ്മത്തിന്റെ ഉദ്ഭവം എവിടെ നിന്നാണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ സൃഷ്ടികർത്താവിൽ നിന്നാണ് സർവ്വം ഉദ്ഭവിച്ചത്. ഇനി ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? അതും ആ സൃഷ്ടികർത്താവ് തന്നെ. യാഗം ചെയ്യുന്ന ആരാണ്? ആ സൃഷ്ടികർത്താവ്. അതെങ്ങനെ സൃഷ്ടികർത്താവിന് യാഗം ചെയ്യാൻ പറ്റും? അതിനു വേണ്ടിയിട്ട് പറയുന്നു, ഇതെല്ലാം സൃഷ്ടിച്ചു, പിന്നെ അതിനെ അനുഭവിക്കുന്നവനായ ഭാവത്തിൽ നിന്നുകൊണ്ട് യാഗം ചെയ്യുന്നു. തത്വചിന്തയില് എന്നാണ് പ്രപഞ്ചത്തെ തന്നെ അങ്ങ് നിഷേധിക്കുന്നു. ഇവിടെ കർത്താവും ഭോക്താവുമില്ല, ജീവനും പരനുമില്ല, ഇങ്ങനെയൊക്കെ നിഷേധിക്കുന്നു. ഇങ്ങനെയൊക്കെ നിഷേധിക്കുമ്പോൾ ആ നിഷേധത്തെ ഉൾക്കൊള്ളുന്നതിന് അത്രയും ഉയർന്ന തലത്തിലുള്ള ഒരാൾക്ക് മാത്രമേ അതിനെയൊക്കെ ശരിയായി ഗ്രഹിക്കാനും അനുഭവിക്കാനും കഴിയും. ഗ്രഹിച്ചാൽ പോരല്ലോ, അത് സ്വാനുഭവമായി മാറണ്ടേ. അപ്പം ഈ കർമ്മങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വൈദികന് പെട്ടെന്ന് അത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. കർമ്മമൊന്നും ഫലമൊന്നും പറഞ്ഞ് ജീവിക്കുന്നതാണ്. അപ്പം അയാൾ നിൽക്കുന്ന തലത്തിൽ, കർമ്മത്തിന്റെ ഫലത്തിന്റെ തലത്തിൽ ഈ തത്വത്തെ ഗ്രഹിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് ആ തത്വത്തെ അയാളെ ബോധിപ്പിക്കാൻ ശ്രമിക്കും. തത്വം ബോധിക്കത്തില്ല. കാരണം കർമ്മ വാസനയുള്ളവന്, ദൃഢമായ കർമ്മ സംസ്കാരമുള്ളവന് ഈ തത്വത്തെ ബോധിക്കാൻ കഴിയത്തില്ല. പക്ഷെ സത്യമാണ് നമുക്ക് ബോധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണോ? അത് ഭാവന ചെയ്യുക, കൽപ്പിക്കുക. അതാണ് ഉപാസന. ആ ഉപാസനയ്ക്ക് വേണ്ടി അതിനെ വിശദീകരിക്കുകയാണ്. അശ്രാമ്യം എന്നാണ്. ഇപ്പോ യാഗം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അതിനകത്ത് വേറൊന്നുകൂടി ഉണ്ട്. ഇവിടെ ജീവൻ അഗ്നിയെ ജ്വലിപ്പിച്ച് അതിന് യാഗം ചെയ്യും, അതിന് ഫലമുണ്ടാകും. അങ്ങനെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഈ പ്രജാപതിയുടെ ഒരു യാഗമാണ്. അവിടെയുണ്ട് അഗ്നി, അതിൽ തന്നെ പല സന്ദർഭങ്ങളിലും വരുന്നുണ്ട്. ഹവിസർപ്പിക്കുന്നു, അതിൽ നിന്ന് സൃഷ്ടിയുണ്ടാകുന്നു. ഇത്തരത്തിൽ അങ്ങനെയും ഭാവന ചെയ്യുക. അപ്പോൾ യാഗം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള യാഗഭാവനയാകാമല്ലോ. അപ്പോൾ കേവലമായ തുച്ഛമായ ഈ ബാഹ്യകർമ്മങ്ങളിൽ നിൽക്കാതെ, അതിന്റെ ഫലങ്ങളിൽ നിൽക്കാതെ
ആ യാഗത്തെ, യാഗഫലത്തെ എല്ലാം ആധ്യാത്മിക ഭാവനയായി കാണുക. അതിനുവേണ്ടി പറയുന്നു. അത് യജിച്ചു എന്ന് പറയുന്നു. ഇവിടെ ഭാഷ്യകാരൻ പറയും, സ പ്രജാപതിർ ജന്മാന്തരെ അശ്വമേധേൻ ആയജത സ തദ്ഭാവഭാവിത ഏവ കൽപ്പാതു വ്യാവർത്തത. ഇവിടെ പ്രജാപതിയോട് ഇതൊക്കെ എന്തിനു യോജിപ്പിക്കുന്നു? ജീവന്മാർ കർമ്മം ചെയ്യുന്നു, ഫലം അനുഭവിക്കുന്നു. പറയുന്നു, പ്രജാപതിയാകുന്ന ആരാണ് ആ സ്ഥാനത്തെത്തിച്ചേരുന്നത്? സാധാരണ പറയാറുണ്ടല്ലോ, ഇന്ദ്ര പദവിയിലെത്തണമെങ്കിൽ യാഗം ചെയ്യണം എന്ന് പറയുന്നത് പോലെ കർമ്മ ഉപാസനകളിലൂടെ ഇങ്ങനെ ഒരു സ്ഥാനത്തെത്തിയ ആളാണ്. തന്റെ കർമ്മ ഉപാസനകളിലൂടെ സൃഷ്ടികർമ്മത്തിനു വേണ്ടി നിയോഗിക്കപ്പെടുകയാണ്. ഇപ്പോൾ പൂർവ്വത്തിൽ യാഗം ചെയ്തവൻ തദ്ഭാവഭാവിത, സംസ്കാരത്തോടു കൂടിയവൻ, ആ വാസനയോടു കൂടിയവൻ കൽപ്പാതിയിൽ വീണ്ടും അയാൾ യാഗം ആരംഭിക്കുന്നു. പക്ഷെ അവിടുത്തെ യാഗം എന്ന് പറയുന്നത് മുമ്പ് ചെയ്ത യാഗമല്ല, അത് സൃഷ്ടി തന്നെയാണ്. അനന്തമായ ജീവന്മാർക്ക് അവരുടെ കർമ്മഫലത്തെ കൊടുക്കുന്ന ആ സൃഷ്ടിയാകുന്ന യാഗത്തെ ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ ആഗ്രഹിച്ചു, സന്ന കാമേത ഭൂയസയജ്ഞേന ഭൂയോ യജ്ഞ, ഞാൻ ഇനി ധാരാളം യജ്ഞങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തു. അവിടുത്തെ ആദ്യത്തെ യജ്ഞം സൃഷ്ടി തന്നെയാണ്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അശ്രാമ്യത്, അവൻ ക്ഷീണിച്ചു, വിശ്രമിച്ചു. തപ്പോ അതപ്യത, പിന്നെ അവിടെ ചിന്തിച്ചു എന്നാണ്. അങ്ങനെയാണല്ലോ, നമ്മളെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ക്ഷീണിക്കും. ക്ഷീണിച്ചാൽ വിശ്രമിക്കും. വിശ്രമിക്കുമ്പോൾ ചിന്തിക്കും, ഇനി എന്താ ചെയ്യേണ്ടത്. ചിന്തിക്കാനുള്ള സമയമാണ് വിശ്രമം. അങ്ങനെ വീണ്ടും ചിന്തിച്ചു. സൃഷ്ടിയുടെ ക്രമത്തെക്കുറിച്ച് പറയാം. തസ്യ ശ്രാന്തസ്യ തപ്തസ്യേശു വീര്യം ഉദക്രാമം, അതിൽ നിന്ന് വീണ്ടും വീര്യം ഉണ്ടായി. പ്രാണാവൈ യശോവീര്യം. എന്താണത്? അത് പ്രാണനാണ്. യശോവീര്യം എന്ന് പറഞ്ഞാൽ അതാണ് സർവയശസ്സും ഉണ്ടാക്കുന്നത്. പ്രാണൻ ഉപയോഗിച്ചാണല്ലോ ജീവൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. കർമ്മങ്ങളാണല്ലോ അവന് യശസ്സിനെ കൊടുക്കുന്നത്. അതുകൊണ്ട് യശോ ഹേതുവാണ് ഒന്ന്. മറ്റൊന്ന്, വൈദികമായി ഉപാസനകളിൽ മുഖ്യമാണ് പ്രാണോപാസന. ആ പ്രാണോപാസന അവന് യശസ്സിനെ കൊടുക്കുന്നു, സദ്ഫലങ്ങളെ കൊടുക്കുന്നു. അതുകൊണ്ട് ഈശ്വരൂപത്തിലുള്ള ആ പ്രാണൻ അത് ആവിർഭവിച്ചു. അവിടെ പറയുന്നു യശോവീര്യം ഉദക്രമ പ്രാണവൈ യശോവീര്യം. ആ പ്രാണൻ എന്താണ്? പ്രാണാക്ഷുരാദയ. അത് കേവലം പ്രാണൻ മാത്രമല്ല, ചക്ഷുരാദികൾ. അതാണ് യശസ്സിനെ, വീര്യത്തെ കൊടുക്കുന്നത്. ജീവൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ആ ജീവന് വേണ്ട ശക്തിയെ കൊടുക്കുന്ന ആ പ്രാണനാണ്, ഇന്ദ്രിയങ്ങളാണ്. അത് ഭാഷ്യകാരൻ പറയുന്നത് ഉത്ക്രാന്ത പ്രണയശസ്തി ബലവാൻ വാ ഭവതി. ഈ ശരീരത്തിലിരുന്ന് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ, പരാക്രമങ്ങളൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഒരാൾക്ക് കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാകുന്നു. അത് പ്രാണൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ. പ്രാണൻ പോയി കഴിഞ്ഞാൽ എന്താ? ആ ശരീരത്തിനെന്താ യശസ്? ഉടനെ തന്നെ നമ്മൾ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ പ്രാണനാണ് മുഖ്യം. അതുകൊണ്ട് പ്രാണൻ യശസ്സിന് യശസ്സാണ്, അത് വീര്യമാണ്. ആണ് യേശോ വീര്യം ഉദക്രാമൻ. അത് ആവിർഭവിച്ചു. പ്രാണോവ യേശോ വീര്യം പ്രാണേഷു ക്രാന്തേഷു ശരീരം സ്വൈതും അധ്രിയത. അങ്ങനെ ആ പ്രാണൻ ശരീരത്തിലേക്ക് വന്നു. ആ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിടാൻ തയ്യാറായി. അങ്ങനെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിടുമ്പോൾ എന്ത് വരുന്നു? ശരീരം ക്ഷീണിക്കുന്നു. കാരണം അതങ്ങനെ പറയുന്നത് ആ പ്രാണന്റെ ബലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രാണൻ ശരീരത്തിലിരിക്കുമ്പോൾ ആ ശരീരത്തിന് യശസ്സും വീര്യമുണ്ട്. ആ പ്രാണൻ ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാതായിത്തീരുന്നു എന്നാണ്. മുമ്പ് മനസ്സിനെ കുറിച്ച് പറഞ്ഞു.
സാധാരണ പറയാറുണ്ട് മനസ്സിനേക്കാൾ ബലമാണ് പ്രാണൻ. ചില സന്ദർഭത്തിലെടുത്ത് പറയും പ്രാണനേക്കാൾ ബലമാണ് മനസ്സ്. പക്ഷെ ഇത് പരസ്പര അപേക്ഷിതമാണ്. അപ്പോ ഇവിടെ പറയുന്ന എന്താണ്, ആ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിടുമ്പോഴും മനസ്സ് അതിനെ ആശ്രയിച്ചിരിക്കുന്നു. തസ്യ ശരീരേവ മന ആസി. ശരീരത്തെ ആശ്രയിച്ച് തന്നെ മനസ്സ് നിന്നു. ഇവിടെ മനസ്സിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു. യശസ്സിനും വീര്യത്തിനുമൊക്കെ ഹേതുവായിരിക്കുന്ന ആ പ്രാണൻ ശരീരത്തിൽ നിന്നും അന്തർഗമിച്ച് ശരീരം ജീർണിക്കുന്ന അവസ്ഥയെ പ്രാപിച്ചാൽ ഇവിടെ പറയുന്ന യഥാ കസ്യചിത് പ്രിയ വിഷയ ദൂരം ഗതസ്യാപി മനോഭവതി. ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ മനസ്സതിൽ തന്നെ നിൽക്കുന്നു. അതുപോലെ ഈ ശരീരത്തിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട പ്രാണൻ വിട്ടുപോയാലും മനസ്സതിൽ നിൽക്കുന്നു. മനസ്സിന് ശരീരം വിടാൻ മനസ്സ് വരുന്നില്ല. ഇവിടെ പറയുന്നത് ശരീരം, മനസ്സ്, പ്രാണൻ ഇവയുടെ പരസ്പര ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. ഹിരണ്യഗർഭൻ, പ്രജാപതി, വിരാട്. ആ വിരാട് ഭാവത്തിൽ വന്ന് ജീവന്മാർ വന്നു. അവിടെ ശരീരം വന്നു, ആ ശരീരത്തിൽ പ്രാണൻ വന്നു, മനസ്സ് വന്നു. അതിനെ കാണിക്കുകയാണ്. ഇതെല്ലാം സൃഷ്ടികർത്താവിന് ഈ സൃഷ്ടിയോട് ബന്ധപ്പെടുന്നതിനുള്ള ഉപായങ്ങളാണ്. ആ ഉപായങ്ങളിലൂടെ ഈ സൃഷ്ടികർത്താവ് സൃഷ്ടിയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുകയാണ്. ആത്യന്തികമായി സൃഷ്ടികർത്താവിന് ഈ സൃഷ്ടിയും വേർപിരിക്കാൻ കഴിയും. അതൊന്നായിരിക്കും. ആ അഭിന്നത അത് ഭാവന ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ആ സൃഷ്ടിയുടെ ഭാഗമായ അശ്വത്തിലേക്ക് അതിനെ കൊണ്ട് ബന്ധിപ്പിക്കുകയാണ്. അടുത്ത് പറയുന്നത് സ്വകാമയത മേധ്യമ ഇതം സ്യാത് ആത്മന്വീ അനേന സ്യാമിതി തതോ അശ്വസമഭവത് യത് അശ്വ തദ്മേധ്യം അഭൂത് തദേവ അശ്വമേധസ്യ അശ്വമേധത്വം. ഏഷഃ വാ അശ്വമേധം വേദ ഏനം ഏവം വേദ തം അനവരുദ്ധ്യ ഏവ അമന്യത തം സംവത്സരസ്യ പരസ്താദാത്മനഃ ആലഭത പശൂൻ ദേവതാഭ്യ പ്രത്യോഹത് തസ്മാത് സർവദേവത്യം പ്രോക്ഷിതം പ്രാജാപത്യം ആലഭന്ത. ഏഷഃ വാ അശ്വമേധോ യേഷത്തപതി തസ്യ സംവത്സരാത്മാ അയം അഗ്നിരർക്കഃ തസ്യ ഇമേ ലോകാ ആത്മാനഃ തൗ ഏതൗ അർക്കശ്വമേധോ സുപുനരേകൈവ ദേവതാ ഭവതി മൃത്യുരേവ ആപാ പുനർമൃത്യും ജനയതി നൈനം മൃത്യുരാപ്നോതി മൃത്യുരസ്യ ആത്മാ ഭവതി ഏതാസാം ദേവതാനാം ഏകോ ഭവതി. ആ സൃഷ്ടികർത്താവ് തന്നെ ഈ തരത്തിലെല്ലാം മാറിയതിനു ശേഷം അത് സ്വയം കരുതുന്നു. എന്താണ്? സ്വകാമേത, എന്റെ ഈ ശരീരം മേധ്യമാകട്ടെ, യജ്ഞാർഹമാകട്ടെ എന്നത് സ്വയം തന്നെ കരുതുന്നു. അത് ശരീരം അപവിത്രമാണല്ലോ, പവിത്രമല്ലല്ലോ. അതുകൊണ്ടാണ് അത് യോഗ്യമാകട്ടെ എന്നാഗ്രഹിക്കുന്നത്. ആത്മന്വേനസ്യാം, അങ്ങനെ ഞാൻ ശരീരമുള്ളവനായി തീരട്ടെ എന്നാഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ ശരീരമുള്ളവനായി തീരട്ടെ എന്ന് വെച്ചാൽ ശരീരത്തിൽ അഹംബോധം വരുന്നു എന്നാണ്. ആ ശരീരത്തിൽ അഹംബോധം വരുന്നതാണ് കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്നത്.
ആ ഹിരണ്യഗർഭരൂപത്തിലിരുന്ന ആ സൃഷ്ടികർത്താവ് സൃഷ്ടിച്ച് സൃഷ്ടിയിലേക്ക് കടന്നിട്ട് എന്തുകൊണ്ട് അത് തന്നെ യജ്ഞവും യജ്ഞോപകരണങ്ങളുമായി മാറി, എന്തിനത് യജ്ഞത്തിന് തയ്യാറായി? അതിൻ്റെ ആവശ്യമില്ലല്ലോ. സർവ്വവും സൃഷ്ടിച്ചവന് പിന്നീട് ഇവിടെ യജ്ഞം നടത്തി എന്തിന് ഫലത്തെ ഉണ്ടാക്കണം? എന്ത് ഫലത്തെ അനുഭവിക്കാനാണ്? അതിനൊക്കെ സമാധാനത്തോടെ പറയുകയാണ്. ആ ശരീരത്തിൽ നിന്ന് പ്രാണനെ ഉപേക്ഷിച്ചപ്പോൾ ശരീരം നാശത്തെ അപവിത്രമായി കഴിഞ്ഞു. അവൻ തന്നെ ആ യജ്ഞീയ അശ്വമായി തീർന്നു. അവൻ തന്നെ യജ്ഞാർഹമായി തീർന്നു. അതാണ് അശ്വമേധത്വം. ഇവിടെ ഇപ്പോൾ അശ്വമേധം എന്ന് പറയുമ്പോൾ കേവലം ബാഹ്യമായൊരു യാഗം മാത്രമാണ്. ആ സൃഷ്ടിക്ക് മുമ്പ് തുടങ്ങി സൃഷ്ടിയിലൂടെ വന്ന് സൃഷ്ടമായ സർവ്വതുമായി മാറി ഉള്ള ഈ വിരാട് രൂപം, അതിലെ കർമ്മങ്ങൾ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഇപ്പോൾ അശ്വമേധത്വം എന്ന് പറയുന്നത്. അശ്വമേധ ഭാവന അത് സർവാത്മകമാണ്. കേവലമായ ഒരു കുതിരയിലോ കേവലമായ ഒരു അനുഷ്ഠാനത്തിലോ അല്ല. കേവലം ആ അശ്വത്തിനുമല്ല. അത് പറയുകയാണ്. അത് പ്രപഞ്ചരൂപത്തിലുള്ള അശ്വത്തിലാണ്. തദൈവ അശ്വമേധസ്യ അശ്വമേധത്വം യേശഹ അശ്വമേധ വേദ സയനം ഏവം വേദ. പറയുന്നു, ഇങ്ങനെ അശ്വമേധത്തെ അറിയുന്നവൻ, ഉപാസിക്കുന്നവൻ, അശ്വമേധ കർമാനുഷ്ഠാനത്തിൽ നിന്നും അപ്പുറം അശ്വമേധത്തിലെ വിരാട് ഭാവന ചെയ്യുന്നവൻ, അശ്വത്തിൽ അല്ലെങ്കിൽ വിരാട് ഭാവന ചെയ്യുന്നവൻ, അവനിലാണ് ശരിയായ അശ്വമേധമുള്ളത്. അല്ല ബാഹ്യമായി കർമ്മം ചെയ്യുന്നവനല്ല. വേദാന്ന് വെച്ചാൽ അവിടെ ഉപാസിക്കുക. ഏനം ഏവം വേദാവൻ അശ്വമേധത്തെ ശരിയായ രീതിയിൽ ഉപാസിക്കുന്നു. അപ്പോൾ ബാഹ്യമായ കേവല അനുഷ്ഠാന രൂപത്തിലുള്ള കർമ്മത്തിൽ നിന്ന് വിട്ടിട്ട് മാനസികമായ ഭാവനയിലേക്ക്, ഉപാസനയിലേക്ക് ആ ജീവനെ ഉയർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. യേശഹവാശ്വമേധം വേദ ഏനം ഏവം വേദ. അവൻ അശ്വമേധത്തെ അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ അവൻ അതിന് യോഗ്യനായിത്തീരുന്നു. പ്രജാപതി പോലെയുള്ള സ്ഥാനത്തിന് അവൻ യോഗ്യനായിത്തീരുന്നു. തം അനർവിദ്യ ഏവ അമന്യത. ആ പ്രജാപതി ആ സ്ഥാനത്തിരുന്നുകൊണ്ട് നിരപേക്ഷമായി ചിന്തിച്ചു. സൃഷ്ടിയെല്ലാം പ്രകടമായി പിന്നീട് ഈ സൃഷ്ടിയെ ആശ്രയിക്കാതെ, സൃഷ്ടിയാണല്ലോ ബന്ധനം, ആശ്രയിക്കാതെ അവൻ ചിന്തിച്ചു. അതല്ലേ ഈ സൃഷ്ടിയെല്ലാം ഉണ്ടാകുന്നു, ആ ഹിരണ്യഗർഭൻ തന്നെ ജീവഭാവത്തിലേക്ക് വരുന്നു, ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നു, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. പക്ഷെ അവിടെ അവൻ നിരപേക്ഷനായി ചിന്തിക്കുന്നു. തം സംവത്സരസ്യ പരസ്ഥാദാത്മന അലഭത. അവന്റെ യജ്ഞം തനിക്ക് വേണ്ടി തന്നെയായിരുന്നു. അവന്റെ യജ്ഞം കാലാതീതമായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അവിടെ ആ ഹിരണ്യഗർഭന്റെ അല്ലെങ്കിൽ പ്രജാപതിയുടെ സർവാത്മഭാവത്തെക്കുറിച്ച് പറയുകയാണ്. തുച്ഛമായ ബാഹ്യമായ യത്നത്തെക്കുറിച്ചല്ല. തം അനവരുദ്ധേവ അമന്യത തം സംവത്സരസ്യ പരസ്ഥാത്മന അനഭത പശുൻ ദേവതാഭ്യ പ്രത്യൂഹത്. ആലഭത എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു? അവൻ ഒന്ന് പ്രജാപതിയുടെ ആത്മഭാവന തന്നെ യാഗം. പക്ഷെ അത് ജീവന്റെ ഭാവത്തിൽ വന്നിട്ട് അവൻ എന്ത് ചെയ്തു? ദേവതകൾക്ക് മൃഗങ്ങളെ കൊടുക്കാൻ തുടങ്ങി. പശുവിൻ ദേവതാഭ്യ പ്രത്യൂഹത്. രണ്ട് തരത്തിൽ പറയുകയാണ്. ഒന്ന് ആ ഹിരണ്യഗർഭരൂപത്തിൽ സർവാത്മക ഭാവത്തിൽ ഉള്ള അവന്റെ യാഗം, മറ്റൊന്ന് ബാഹ്യമായി ജീവന്റെ യാഗം. അവിടെയാണ് അവൻ ദേവതകൾക്ക് മൃഗങ്ങളെ കൊടുക്കുന്നത്. തസ്മാ സർവ ദൈവത്യം പ്രോക്ഷിതം പ്രാജാപത്യം ആൽഫന്ത.
യശഹവ അശ്വമേധോ യേശത്തപതി. അശ്വമേധം എന്ന് പറയുന്നത് ബാഹ്യമായി അഗ്നിയിൽ ജ്വലിപ്പിച്ചതിൽ ഹവിസർപ്പിച്ച് ചെയ്യുന്ന ഒന്നല്ല. ജീവനെ സംബന്ധിച്ചതാണ്. പക്ഷെ ഇവിടെ ഭാവന ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അശ്വമേധം എന്ന് പറയുന്നത് എന്താണ് പറയുന്നു? ഈ ആകാശത്തിലെ സൂര്യൻ തപ്പിക്കുന്നത് തന്നെയാണ് അവിടുത്തെ അഗ്നി. അതിലാണ് അശ്വമേധ യാഗം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ സാധിക്കത്തുള്ളൂ? ഭാവനയിലൂടെ സാധിക്കും. ബാഹ്യമായി അഗ്നിയെ കുണ്ടത്തിൽ ജ്വലിപ്പിച്ച് ഹവിസർപ്പിക്കുന്ന ജീവനും കഴിയും. പക്ഷെ ഈ പറയുന്നത് അങ്ങനെയല്ല. അത് ആന്തരികമായ ഭാവനയാണ്, ബാഹ്യമായ കർമ്മമല്ല. അവിടെ തന്നെ എന്താണ്? യേശ തപതി തസ്യ സംവത്സര ആത്മാ. സൂര്യൻ തപിക്കുന്നുണ്ടല്ലോ, സൂര്യന്റെ ആശ്രയിച്ചിട്ടാണല്ലോ കാലബോധം. അതുകൊണ്ട് പറയുന്നു അതിന്റെ ആത്മാവായിരിക്കുന്ന സംവത്സരമാണ്. അഗ്നിരർക്ക, ഈ കാണുന്ന അഗ്നി അർക്കനാണ്. തസ്യമേ ലോക ആത്മാനഹ, ഈ ലോകങ്ങളെല്ലാം അതിന്റെ ശരീരമാണ്. ഏതോ അർക്ക അശ്വമേധു, അതാണ് ഈ അർക്ക അശ്വമേധങ്ങൾ എന്ന് പറയുന്നത്. സ്വപുനരേകൈവ ദേവതാ ഭവതി മൃത്യുരേവ ആപ പുനർമൃത്യം ചേരി ഇന്നയിനം മൃത്യുരാപ്നോതി. പിന്നെ അവിടെ ദേവൻ ഒരുവനേ ഉള്ളൂ എന്നാണ്. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏകനായ ദേവനേ ഉള്ളൂ. ഒരു ദേവനെ തന്നെ നാനാരൂപത്തിൽ അവൻ ഉപാസിക്കുകയാണ്. അവിടെ ദേവന്മാരെ പലതില്ല. മൃത്യുരേവാപ പുനർമൃത്യം ചെയ്തി നൈനം മൃത്യുരാപ്പനോതി. ആ ഉപാസനയിലുള്ളവൻ മൃത്യുവിനെ ജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അശ്വമേധ യാഗത്തിൽ കൂടിയും അശ്വമേധ വിരാട് ഭാവനയിലൂടെ അവൻ മൃത്യുവിനെ ജയിക്കുന്നു. അവന്റെ ശരീരപാദത്തിന് ശേഷം അവൻ പ്രജാപത്യ പദവി പ്രാപിക്കുന്നു. ഉപാസനയുടെ ഫലമായി അവിടെ മൃത്യുവില്ലല്ലോ, മരിച്ചിട്ട് ജനിക്കുകയല്ല, ആ പദവിയെ പ്രാപിക്കുന്നു. മൃത്യുരസ്യ ആത്മാഭൂതി, മൃത്യു അവനധീനമായിത്തീരുന്നു. അല്ലെ, സൃഷ്ടി സ്ഥിതി സംഹാരം. ആ സ്ഥിതിയിലാണ് ഒരുവൻ ഉപാസനയെ പറ്റും ചെയ്യുന്നത്. ആ സ്ഥിതിയിൽ നിന്ന് സംഹാരത്തിലേക്ക് പോകുമ്പം പ്രപഞ്ചത്തിലുള്ള സർവ്വവും നശിക്കുന്നു. പക്ഷേ അവിടെ ആ സംഹാരത്തിന് ശേഷമുള്ള സൃഷ്ടിക്ക് തയ്യാറെടുക്കാൻ പ്രജാപതി രൂപത്തിൽ അവൻ അവശേഷിക്കുന്നു. അവൻ വന്നിട്ട് വേണമല്ലോ പിന്നെ അടുത്ത സൃഷ്ടി ചെയ്യാം. അവിടെ നാശമില്ല. അതുകൊണ്ടാണ് മൃത്യുവിനെ പ്രജാപതി രൂപത്തിൽ അവൻ അതിക്രമിക്കുന്നു. ദേവതാന ഏവഭൂതി. ഇവിടെ അനന്ത ദേവതകൾ ഉണ്ടെങ്കിലും ആ ദേവതകളിലെല്ലാം മുഖ്യദേവനായി. എന്തുകൊണ്ട്? ഈ ദേവനാണ് സൃഷ്ടിക്ക് കാരണമായത്. പ്രജാപതി രൂപത്തിലുള്ള ദേവത എന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം എന്താണ്? ഈ ജന്മത്തിൽ ഒരു ജീവൻ കർമ്മത്തെ ചെയ്യുന്നു, ഉപാസന ചെയ്യുന്നു. അതിന്റെ ഫലമായി വരും ജന്മത്തിൽ അവൻ പ്രജാപതി സ്ഥാനം വരെ എത്തിച്ചേരുന്നു. അവിടെ അവന് അതിൻ്റെ മൃത്യുവില്ല. ജീവൻ അങ്ങനെയല്ല, ജനിക്കുന്നു, കർമ്മം ചെയ്യുന്നു, മരിക്കുന്നു, പോയി കർമ്മഫലത്തെ അനുഭവിക്കുന്നു. ഇവിടെ അതല്ല. ഈ ഉപാസകൻ അവൻ മരിച്ചിട്ട് ജനിക്കുകയല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റൊരു പദവിയെ പ്രാപിക്കുകയാണ്, പ്രജാപത്യ പദവിയെ പ്രാപിക്കുകയാണ്. അവിടെ മരിച്ചിട്ട് ജനിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ പ്രാണൻ ഉത്ക്രമിക്കുന്നു എന്ന് പറയുന്നത്. അവൻ നശിക്കുന്നില്ല. ആ ഉത്ക്രമണം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു ബൃഹത്തായ കർമ്മം ചെയ്യുന്നതിനുള്ള ഒരു യാത്ര, അത്രയേ ഉള്ളൂ. ഒരാൾ ഒരു സ്ഥലത്ത് നിന്നൊരു വണ്ടി കയറി വേറിടത്തിറങ്ങി അയാൾ മരിച്ചെന്ന് പറയുന്നില്ല. അതുപോലെ ദേവദാനം ഏകോഭൂതി, അവനാണ് ദേവതകളിൽ മുഖ്യനായിരിക്കുന്നത്. ഉപാസനയിലൂടെ ഹിരണ്യഗർഭ പദവിയെ പ്രാപിച്ചവൻ അവൻ മുഖ്യനായിരിക്കുന്നു. എന്തുകൊണ്ട്? അവനാണല്ലോ സൃഷ്ടി കർത്തൃത്വം. അതുകൊണ്ട് ദ്വയാഹ പ്രജാപത്യ ദേവാശ്ച അസുരാശ്ച തദ കാനീയസ ഏവ ദേവാ ജായസ അസുരാഹ തേഷു ലോകേഷു അസ്പർദ്ധന്ത തേഹ ദേവാ ഊചുഹു ഹന്ത അസുരാൻ യജ്ഞേ ഉദ്ഗീതേന അത്യയാമേതി. നേരത്തെ പറഞ്ഞെന്താണ്? ആ സൃഷ്ടികർത്താവ് തന്നെ ഇവിടെ വന്നു
ഇതൊക്കെ സൃഷ്ടിച്ചു. അവൻ തന്നെ പിന്നെ ജീവഭാവത്തിൽ വന്നു. അവൻ വീണ്ടും കർമ്മം ചെയ്യുന്നു. ആ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം ഉപാസന ചെയ്യുന്നു. ഉപാസന ചെയ്ത് അതിന്റെ ഫലമായി അവൻ വീണ്ടും പ്രജാപത്യത്തെ പ്രാപിക്കുന്നു. അങ്ങനെ പോകുന്നവന് മരണമില്ല. അവന്റെ പ്രാണൻ ഉത്ക്രമിച്ചവൻ ആ സ്ഥാനത്ത് എത്തിച്ചേരുന്നു. അതാണ് മുമ്പ് പറഞ്ഞത്. അങ്ങനെ എത്തിച്ചേരുന്നവന്റെ സൃഷ്ടിയാണ് ഈ യജ്ഞം. അവനാണ് സർവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ യജ്ഞത്തെ ചെയ്യേണ്ട ആരാണ്? ജീവന്മാര്. ആ ജീവന്മാര് രണ്ടു കൂട്ടരുണ്ട്. പ്രജാപത്യ, പ്രജാപതിയുടെ സന്താനങ്ങളായിട്ട് ആരൊക്കെയാണ്? ദേവാശ്ച, ആസുരാശ്ച, ദേവന്മാരും അസുരന്മാരും. ഖാനീയസായവ ദേവ, അതിന് ദേവന്മാരെന്ന് പറയുന്നത് അല്പമേ ഉള്ളൂ. ജായസ അസുരാഹ, അസുരന്മാർ കൂടുതലാണ്. ഈ ലോകത്തിലും അങ്ങനെയാണ് കാണുന്നത്. ദേവഭാവമുള്ളവർ വളരെ കുറവാണ്. അതേസമയം ആസുരഭാവമുള്ളവരാണ് കൂടുതൽ. ലോകത്തിൽ അങ്ങനെയാണ് കാണുന്നത്. തേഷു ലോകേഷു അസ്പർദ്ധന്തായവർ ഈ ലോകത്തിൽ പരസ്പരം മല്ലടിക്കുകയാണ്. ദേവാസുര യുദ്ധം. ദേവന്മാർ അസുരനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നു, അസുരൻ ദേവനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നു. തേഹ ദേവാ ഊചുഹു ഹന്ത അസുരാന്യത്യായമേതി. അങ്ങനെ ഈ യുദ്ധത്തിൽ അവർക്ക് ജീവൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ദേവന്മാർ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്താണ് ഉദ്ഗീതത്തിലൂടെ എന്ന് വെച്ചാൽ ഉദ്ഗീത ഉപാസനയിലൂടെ വരെ ജയിക്കാം. അതായത് ഭൗതികമായ തലത്തിൽ ഈ ദേവ അസുരന്മാരുടെ സ്ഥാനം തുല്യമാണ്. അവിടെ ജയ പരാജയങ്ങൾ തുല്യമാണ്. പക്ഷെ അതിൽ നിന്ന് അസുരന്മാരെന്ന് പറയുന്നവർ വിട്ടുവന്നിട്ട് ഉപാസനാ മാർഗത്തിലൂടെ പോയിട്ട് അവർ അസുരന്മാരെ ജയിക്കുന്നു. അവിടെ ദേവനും അസുരനും എന്ന് പറയുന്ന ആരാണ്? ഇവിടെ ഭാഷ്യക്കാരനൊരു നല്ല വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ശാസ്ത്രജനിത ജ്ഞാനകർമ്മഭാവിത ദ്യോതന ദേവാ ഭവന്തി. ശാസ്ത്രജനിതമായ എന്ന് വെച്ചാൽ വൈദികമായ ശാസ്ത്രം. ഏതെങ്കിലും ശാസ്ത്രം പോരാ, വേദശാസ്ത്രം. അതിലൂടെയാണ് ജ്ഞാനകർമ്മഭാവിത, ജ്ഞാനം വേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ജ്ഞാനം, അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള ജ്ഞാനം എന്ന് വെച്ചാൽ ഉപാസന കർമ്മം. ഇതുകൊണ്ട് സംസ്കരിക്കപ്പെട്ടവരാണ് ദേവന്മാർ. അതിൽ പറയുന്നത് ഇവിടെ കർമ്മം ചെയ്യുന്നു, മരിച്ചതിന് ശേഷം പരലോകത്ത് പോയി സ്വർഗത്തെ അനുഭവിക്കുന്നു. പൗരാണിക സങ്കല്പം അതിനനുസരിച്ച് പറയുകയാണ്. ദേവന്മാരെന്ന് പറയുന്നത് ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയം. അതായത് ഉപാസനാ കർമ്മങ്ങളെ, വൈദികമായ ഉപാസനാ കർമ്മങ്ങളെ അനുഭവിച്ച് അനുഷ്ഠിച്ച് അതിന്റെ ഫലാനുഭവത്തിനായി ഊർധ്വലോകങ്ങളിൽ എത്തിച്ചേരുന്നവരാണ് ദേവന്മാർ. തേവ സ്വാഭാവിക പ്രത്യക്ഷ അനുമാനജനിത ദുഷ്ടപ്രചോദന കർമ്മ ജ്ഞാനഭാവിത അസുരാഹ. ഇനി അതേ ജീവന്മാരിൽ തന്നെ ഒരു ഭാഗമുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടുള്ള പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്ത് വൈദിക കർമ്മ ഉപാസനയൊന്നും സ്വീകരിക്കാതെ ദുഷ്ടപ്രയോജന കർമ്മജ്ഞാനഭാവിത. ഇവിടെ പ്രത്യക്ഷ ഫലം കിട്ടുന്ന കർമ്മങ്ങളിലും ജ്ഞാനങ്ങളിലും മാത്രം, ഉപാസനകളിലും മാത്രം മുഴുകിയിരിക്കുന്നവർ അസുരന്മാർ എന്ന് പറയും. അപ്പോ അസുരന് കർമ്മം ചെയ്യണമെന്ന് തോന്നില്ല, ഉപാസന അനുഷ്ഠിക്കണമെന്ന് തോന്നില്ല. അവൻ സ്വാഭാവികമായ കർമ്മം ചെയ്യുന്നു. അന്നപാന മൈഥുനാദി കർമ്മങ്ങളാണ് സ്വാഭാവിക കർമ്മം എന്ന് പറയുന്നത്. എന്താണോ തനിക്ക് സഹജമായി അനുഭവപ്പെടുന്നത് അതിൽ പ്രവർത്തിക്കുന്നു. അതാണ് അസുരന്മാരെന്ന് പറയുന്നത്. അതിനൊക്കെ ദുഷ്ടപ്രയോജനമുണ്ട്. അന്നം കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് അന്നം കഴിച്ച് തൃപ്തിയെ നേടുന്നു. മറ്റവൻ അങ്ങനെയല്ല, ദുഷ്ടപ്രയോജനമല്ല. ഇവിടെ അശ്വമേധം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നത്. അല്ലെങ്കിലും അവൻ ആ കർമ്മം ചെയ്ത് ആ ഫലത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ട് ദേവനാണ്. അതീന്ദ്രിയം, അലൗകികം, ആധ്യാത്മികം തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവനാണ് ദേവൻ. അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയില്ലാത്തവനാണ് അസുരൻ. അതാണ് ഇവിടെ പറയുന്നത്. ശേഷ്യവാസുഷരംനാഥ്, അവനവന്റെ പ്രാണന്മാരെന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞ ഇന്ദ്രിയങ്ങളും മറ്റും താൻ തന്നെ രമിക്കുക, തന്റെ തന്നെ ഉപകരണങ്ങൾ കൊണ്ട് ഈ ലോകത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് അസുരന്റെ ലക്ഷണം. സുരേഭ്യോ വാ ദേവേഭ്യോ അന്യത്വ, അസുരന്മാരിൽ നിന്ന് വ്യത്യസ്തമായവർ. ഇവിടെ കർമ്മത്തിന്റെ ഉപാസനയുടെ ഒന്നും ഫലത്തെ ഭാഷ്യകാരൻ കുറച്ച് കാണുന്നില്ല. കാരണം ഈ അസുരത്വപ്രാപ്തിയെക്കാളും ശ്രേഷ്ഠമാണ് ദേവത്വപ്രാപ്തി. ആ ദേവത്വപ്രാപ്തിക്ക് കർമ്മോപാസനകൾ കൂടി തീരും. അതുകൊണ്ട് കർമ്മോപാസനകൾ അങ്ങനെ മോശമാണ്. ആ തരത്തിൽ അത് മോശമല്ല.
പിന്നെ അതിനെ മോശമെന്ന് പറയുന്നത് തത്വജ്ഞാനവുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ്. അവിടെ അത് പോരാത്തതെന്ന് പറയുന്നത്. ഇവിടെ അസുരന്മാരെയും ദേവന്മാരെയും രണ്ടായി തിരിച്ച് പ്രാജാപത്യമാണ്, പ്രജാപതിയുടെ സന്തതികളാണ്. അസുരൻ എന്താ ചെയ്യുന്നത്? സ്വാഭാവികമായി തോന്നുന്നു, ശാസ്ത്രത്തെ അവലംബിക്കുന്നത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അവനത് ചെയ്യുന്നു. അതാണ് ഒരു സ്വഭാവമുള്ളവർ, ദുഷ്ടസ്വഭാവമുള്ളവർ അവരുടെ അസുരന്മാരെന്ന് പറയുന്നു. മറ്റങ്ങനെയല്ല. കാര്യകാര്യവ്യവസ്ഥിതിക്ക് വേണ്ടി ധർമ്മശാസ്ത്രങ്ങൾ നോക്കുന്നു, ശാസ്ത്രത്തിനനുസരിച്ച് ജീവിക്കുന്നു. അവിടെ കർമ്മോപാസനയെ അനുഷ്ഠിക്കുന്നു. അത് ദേവന്മാരും. യസ്മാസ്ത ദുഷ്ടപ്രയോജന ജ്ഞാനകർമ്മഭാവിതാസുര. ദുഷ്ടപ്രയോജനമുള്ള കർമ്മങ്ങൾക്കും അതിന്റെ ഫലങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നവരാണ് അസുരന്മാര്. അതുകൊണ്ടവർ കൂടുതലുണ്ട്. ലോകത്തിലും അങ്ങനെയാണ് കാണുന്നത്. ഭൗതികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ മുഴുവൻ ജീവിക്കുന്നത്. മറിച്ചല്ല, അങ്ങനെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഇവിടെ അസുരന്മാരാണ്. എന്തുകൊണ്ടവർ ശരീരാത്മബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നു. അവർ വൈദികമായ ശാസ്ത്രങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല. അവർ ലൗകികമായ കർമ്മങ്ങൾ തന്നെ കഴിയുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ഐശ്വര്യത്തെ, അഭിവൃദ്ധി അവർ അനുഭവിക്കുന്നു. അതൊക്കെ അസുരന്മാർ. ആണ് ദേവന്മാരെയും അസുരന്മാരെയും ഭാഷകാരും വ്യാഖ്യാനിക്കും. ദേവാവൂചഹു ആസുരാത്തേഷു ലോകേഷു അസ്പർദ്ധ. അവർ രണ്ടുപേരും പരസ്പരം സ്പർദ്ധയിലാണ്. അതിൽ ദേവന്മാർ വിചാരിച്ചെന്നാണ് ഹന്ത അസുരാണ് ഉദ്ഗീതേന അത്യായാമേതി. അപ്പൊ ദേവന്മാരെ തീരുമാനിക്കുന്നു, ഈ അസുരന്മാരെ മറികടക്കണമെങ്കിൽ ഇനി ഉദ്ഗീത ഉപാസന ചെയ്യണം. ഇവിടെ സൃഷ്ടിയിലൊരു ഭാഗം ദേവന്മാര്, വേറൊരു ഭാഗം അസുരന്മാര്, ഒരു വിഭാഗം വൈദികമായ കർമാനുഷ്ഠാനങ്ങൾ മുഴുകിയിരിക്കുന്നു, വേറൊരു ഭാഗം അതിനെയൊക്കെ വിട്ടിട്ട് സഹജമായ സ്വാഭാവികമായ രാഗദ്വേഷ പ്രേരിതമായ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ള ഒരർത്ഥം എടുക്കാം. മറിച്ചു കൊടുക്കാം. എന്താണ് സൃഷ്ടി? ജീവൻ, എല്ലാ ജീവന്മാരും രണ്ട് ഭാവത്തോടും കൂടിയിരിക്കുന്നു. ദൈവി ആസുരഭാവത്തോടു കൂടി. ഈ ആസുരഭാവം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ സ്വീകരിക്കുന്നതാണ്. ദൈവീഭാവം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് അതീതമായ കർമ്മോപാസനകളെ സ്വീകരിക്കുന്നതാണ്. ഈ തരത്തിലും മനസ്സിലാക്കാം. ഒരു വ്യക്തിയിലാകാം, അല്ലെങ്കിൽ സമൂഹത്തിലാകാം. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ആരെങ്കിലും ഇങ്ങനെയുള്ള കർമ്മജ്ഞാനങ്ങളിൽ, ഉപാസനകളിൽ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് മോചിക്കുന്നതിന് ഉപയുക്തമായ ഉപാസന ചെയ്യണം. അതിനാണ് ഇവിടെ ഉദ്ഗീത ഉപാസന എന്ന് പറയുന്നത്. ഉദ്ഗീത ഉപാസന ഇനി വരുന്ന എന്താണ്? സദോമ, സദ്ഗമയ, തമസോമ, ജ്യോതിർഗമയ എന്നെല്ലാം പറയുന്ന ആ ഭാഗത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ദേവന്മാരുടെ ഉപാസനയാണ്. അസുരന്മാർ അങ്ങനെ പറയൂ, അസത്തിൽ നിന്ന് സത്തിലേക്കെന്ന് പറയത്തില്ല. ദേവന്മാർക്ക് അത് പറയാൻ കഴിയും. അതവരുടെ ഉപാസനയാണ്. അപ്പോൾ വ്യക്തിയിലെടുക്കുകയാണെങ്കിൽ ഈ ആസുരഭാവങ്ങളെല്ലാം ദൈവീഭാവങ്ങളെ കൊണ്ടാണ് നിഷേധിക്കേണ്ടത്. അവിടെയാണ് ഇതിന്റെ ആവശ്യം. അതാണ് ഉപാസനയുടെ, ഇനി പറഞ്ഞു വരുമ്പോൾ അത് വ്യക്തമാക്കും, ഉപാസനയുടെ ഫലം എന്താ. ഇത്രയും ക്ലിഷ്ടമായ വൈദികമായ ഉപാസനകളെ കുറിച്ച് പറയുന്നു, പറഞ്ഞിട്ട് കൂടി മനസ്സിലാകുന്നില്ല. പ്രജാപതി, അശ്വൻ, ദിക്ക് തുടങ്ങിയ കാര്യങ്ങൾ, അതാണ് വിരാട് രൂപം, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ അതിന് വേണ്ടത്ര അശ്വമേധവുമായി പരിചയമില്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നിട്ടും എന്തുകൊണ്ടത് പറയുന്നു? ഈ ആസുരികമായ ഭാവങ്ങളെല്ലാം ഉപാസന കൊണ്ട് നശിപ്പിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഉപാസന ആവശ്യമില്ല, ഞങ്ങൾ അദ്വൈതികളാണ്, വേദാന്തികളാണ് എന്ന് പറയും. പക്ഷെ അവിടെ ചിന്തിക്കുന്ന എന്താണ്? തന്റെ ഉള്ളിൽ ആസുരികമായ സഹജമായ ഭാവങ്ങളുണ്ടോ ആണ് ചിന്തിക്കേണ്ട കാര്യം. ഇല്ലാന്നാർക്ക് പറയാൻ കഴിയും. പറഞ്ഞല്ലോ, അസുരന്മാരെന്ന് പറഞ്ഞാൽ സഹജമായ ആസുരഭാവങ്ങളിൽ മുഴുകിക്കഴിയുന്നവരാണ്. ജീവന് അനാദിയായ ഈ ജന്മത്തിലൂടെ അവൻ ആർജിച്ചിരിക്കുന്ന സംസ്കാരങ്ങളിൽ തികച്ചും ആസുരഭാവങ്ങളുണ്ടായിരിക്കും. അതിനാണ് നമ്മൾ സഹജ വികാരങ്ങൾ എന്നൊക്കെ പറയും. ഒരാൾ പറയുന്നത് എന്നിൽ ആസുരഭാവങ്ങളൊന്നുമില്ല, ഞാൻ വലിയ സാത്വികനാണ്, ശുദ്ധ സംബന്ധമാണ്.
എന്തുകൊണ്ട് അസംബന്ധമാണ്? കാരണം പുണ്യപാപങ്ങളുടെ സമീകൃതമായ രൂപത്തിൽ മാത്രമേ മനുഷ്യജന്മം കിട്ടത്തുള്ളൂ, മനുഷ്യ ശരീരം കിട്ടത്തുള്ളൂ. അങ്ങനെ ആ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പുണ്യപാപ സമ്മിശ്രമാണ്. അവിടെ സഹജമായ ആസുരഭാവങ്ങളെല്ലാം കാണുന്നില്ല, കാമക്രോധാദി വികാരങ്ങളെല്ലാം കാണും. മനുഷ്യ ശരീരത്തോടുകൂടി വന്ന സർവരിലും കാണും, ആസുരഭാവം കാണും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറയും, ഇത് വ്യക്തിയിലെ ആസുരഭാവമായിട്ടുണ്ട്. ഈ ആസുരഭാവങ്ങളെ നശിപ്പിക്കുന്നതിന് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു വരുന്നതാണ് ഉപാസന കൂടിയേ തീരൂ. ഉപാസന വേണ്ട, അത് അനിഷ്ടമാണ്, ഇഷ്ടമില്ല. പിന്നെ എങ്ങനെ ഈ ആസുരഭാവങ്ങൾ പോകുവാൻ എന്താ ഉപായം? അതുകൊണ്ട് ഇവിടെ കർമ്മത്തെ ഉപാസനയും പറയുന്നു. കർമ്മ ഉപാസന സമുച്ചയം എന്ന് പറയുന്നു. കേവല കർമ്മങ്ങൾ ചിലപ്പോൾ ഈ ആസുരഭാവത്തെ വർദ്ധിപ്പിക്കും, അഹന്തയും കാമങ്ങളും മറ്റും ഉണ്ടാക്കും. കാമ്യകർമ്മങ്ങൾ കർമ്മഫലത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാക്കി അതവനെ വീണ്ടും വലിയ ആസുരഭാവത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടിവിടെ പറഞ്ഞു കർമ്മ ഉപാസന സമുച്ചയം എന്ന് പറഞ്ഞു. കർമ്മ ഉപാസന സമുച്ചയത്തിലൂടെ അവന്റെ ആസുരഭാവങ്ങളെ നശിപ്പിച്ചേ പറ്റൂ. അതാണ് ആധ്യാത്മികത, അതാണ് ആധ്യാത്മിക സാധന. അതിൽ നിന്ന് ആർക്കും മാറി നീക്കാൻ കഴിയുന്നു. അതാണ് ഇവിടെ ഭാഷ്യകാരൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ ദേവന്മാർ ആലോചിച്ചു, എന്താണ് നമ്മൾ എങ്ങനെ അതിനെ ഉത്കീതത്തിലൂടെ ഈ അസുരന്മാരെ ജയിക്കാം എന്നാ. അസ്പർദ്ധന്ത പുറമെ ഈ ലോകത്തിൽ ഒരു ദേവനും അസുരനും യുദ്ധം ചെയ്യുന്നു, അങ്ങനെ എടുക്കാം. ദേവാസുര സ്പർദ്ധ ഉള്ളതാണ്. പക്ഷെ ഇവിടെ ആധ്യാത്മിക സന്ദർഭത്തിൽ കൂടുതൽ യോജിക്കുന്നത് ആന്തരികമായ ഭാവങ്ങളിലാണ്. ജീവന്റെ അവിടെ ഈ സഹജമായ വാസനകളും സംസ്കാരവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അപ്പോൾ ആ സഹജമായ വാസനകളെ സംസ്കാരം കൊണ്ട് ജയിക്കണം. ആ സംസ്കാരം എന്തോന്ന്? ആർജിതമായ സംസ്കാരം. അതാണ് അവിടെയാണ് യത്നത്തിന്റെ ആവശ്യപ്പെടുന്നത്. ആർജിതമായ സംസ്കാരം എങ്ങനെ ഉണ്ടാവും? കർമ്മ ഉപാസനകളിലൂടെ അതേ പറ്റൂ. ഇല്ലെങ്കിൽ അത്രയും പരമ പരിശുദ്ധ പവിത്രനായിരിക്കണം. അത് ജീവന് സാധ്യമല്ല, ദേവന്മാർക്ക് പറ്റും. ആ പവിത്രത വലിയൊരളവ് വരും. അവിടെയും പൂർണ്ണമെന്ന് പറയുന്നില്ല. താൻ ശരീരത്തോടുകൂടി ജനിച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും അവിടെ ഉണ്ട്. ഉപാസനകളിൽ നിന്ന് ഒഴിയാൻ കഴിയത്തില്ല. കർമ്മ ഉപാസനകളിൽ നിന്ന് അതിന്റെ പ്രാധാന്യത്തെ പറയുകയാണ്. അതുകൊണ്ട് അവർ വിചാരിച്ചു ഈ ആസുരഭാവങ്ങളെല്ലാം ഉപാസനയിലൂടെ ജയിക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ ആ ഉപാസന, ജ്ഞാനം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഭാഷ്യകാരൻ നമ്മൾ പല സന്ദർഭവും ചർച്ച ചെയ്താണെങ്കിലും ഒന്നുകൂടി അതിനെ വിശദമാക്കുന്നു. എന്നുവെച്ചാൽ ഈ ഉപാസനയിൽ നിന്നൊന്നും മനുഷ്യനെ മാറ്റണമെന്ന് ഭാഷ്യകാരന് ആഗ്രഹമുണ്ട്. പ്രധാനം ജ്ഞാനം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരുവൻ ജ്ഞാന അർഹനാകണ്ടേ? നിങ്ങൾ ഉപാസനയും കർമ്മത്തെയൊക്കെ പാടെ നിഷേധിച്ചിട്ട് കേവലം തത്വജ്ഞാനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയും രോചകം എന്ന് പറയും. എന്നുവെച്ചാൽ കേൾക്കാൻ ഇമ്പമുള്ളതായിരിക്കും, പക്ഷെ അതിനെക്കുറിച്ച് പറയുന്നത് കേവലം അർത്ഥവാദ സമം. അത് കേവലം അർത്ഥവാദം മാത്രം പോലെയുള്ള. അർത്ഥവാദത്തിന്റെ പ്രത്യേകത എന്താണ്? സ്തുതിച്ച് പറയും. കേൾക്കുന്നവനതിന് വലിയ മുഖ്യമായിട്ട് സ്തുതിപരമാണ്. കേൾക്കുന്നവനൊരു വലിയ അഭിരുചിയുണ്ടാവും, താല്പര്യമുണ്ടാവും. നല്ലതാണല്ലോ, കൊള്ളാമല്ലോ എന്ന് തോന്നും. കേൾക്കുന്നത് തന്നെ ആനന്ദകരമായിരിക്കും, പക്ഷെ ഒരു ഫലം ഉണ്ടാവത്തില്ല. കാരണം അവന്റെ ആസുരഭാവങ്ങളിൽ ഇതെല്ലാം അമർന്നു പോകും. ഇതിനൊന്നും അതിജീവിക്കാൻ കഴിയത്തില്ല, പിടിച്ചു നീക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഭാഷ്യകാരന്റെയും താല്പര്യം എന്താണ്? ആ തത്വജ്ഞാനത്തിന് ഒരുവനെ അധികാരിയാക്കുക. അതാണ്
തത്വജ്ഞാനത്തെ പലപ്പോഴും ഉപദേശിക്കുന്നത് അവന് തത്വജ്ഞാനത്തിന്റെ ഫലത്തെ പറപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവനെ തത്വജ്ഞാനത്തിന് അധികാരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തത്വജ്ഞാനം കൊണ്ട് മാത്രം ഒരുവന് തത്വജ്ഞാനത്തിന് അധികാരിയായിക്കൂടെ എന്ന് ചോദിക്കും. സാധ്യമല്ല. കാരണം ആ തത്വജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത വന്നാലേ അവന് പിന്നെ തത്വജ്ഞാനത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അത് ഗ്രഹിക്കുന്നത് തന്നെ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ആ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യതയായിട്ട് അവിടെ കർമ്മോപാസനകളെ നിർദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത്രയും ചർച്ച ചെയ്തത്. അല്ലെങ്കിൽ ഈ വലിയ തത്വജ്ഞാനം പറയുന്നതിന് മുമ്പ് എന്തിനായി വിരസമായ ഉപാസനകളെ കുറിച്ച് പറയും? അക്കാര്യം ഇവിടെ വിശദീകരിക്കുകയാണ്. അതിന്റെ പ്രാധാന്യവും അതിന്റെ നിഷ്ഫലതയും രണ്ടും ഭാഷ്യകാരൻ പറയും. അതിന് നിഷ്ഫലതയുണ്ടെന്താണ്? ആ തത്വജ്ഞാനത്തിന്റെ പൂർത്തീകരണത്തിന് ഇതിന് യാതൊരു സ്ഥാനമില്ല. കർമ്മത്തിനും അവിടെ സ്ഥാനമില്ല, ഉപാസനയ്ക്കും അവിടെ സ്ഥാനമില്ല. പക്ഷെ ആ പൂർത്തീകരണം സംഭവിക്കുന്നില്ലല്ലോ. സംഭവിക്കുമ്പോൾ ആലോചിക്കേണ്ടി വരും, എന്താ അതിന് തടസ്സം? ഒരുപാട് തടസ്സങ്ങൾ കാണും. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ആസുരഭാവം തന്നെ, എന്ന് വെച്ചാൽ സഹജഭാവങ്ങൾ തന്നെയാണ്. ജീവനിലിരിക്കുന്ന ആസുരഭാവങ്ങൾ തന്നെയാണ്. അതിനെ നശിപ്പിച്ചേ പറ്റൂ. കർമ്മ ഉപാസനകൾ കൂടി ചെയ്തു. അതുകൊണ്ട് അതിന്റെ സാർത്ഥകതയും നിരർത്ഥകതയും രണ്ട് തരത്തിൽ മനസ്സിലാക്കും. ജ്ഞാനത്തിന്റെ പൂർത്തീകരണത്തിന് ഇതൊക്കെ നിരർത്ഥകം, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുവരെ ഇതൊക്കെ സാർത്ഥകമാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ ഭാഷ്യത്തിന് ചില പ്രധാന ഭാഗങ്ങൾ, ഞാൻ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ കുറെ ഭാഷ്യം വിട്ടു. കാരണം അവിടെ സാധാരണ വാച്യാർത്ഥമേ വിശേഷിച്ചൊന്നും പറയാനില്ല. ഇവിടെ ഈ മന്ത്രങ്ങളുടെ ഓരോ പദങ്ങളായി വ്യാഖ്യാനിച്ചതിന് ശേഷം എന്താണ് ദ്വയഃ പ്രജാപത്യാഃ, ആ പ്രജാപതിയുടെ സന്തതികൾ രണ്ടു തരത്തിലാണ്. ദേവാശ്ച അസുരാശ്ച, ദേവന്മാരും അസുരന്മാരും. തഥ കാനീയസ ഇവ ദേവ, അതിൽ ദേവന്മാർ അല്പമാണ്. ജായസ അസുരാഹ, അസുരന്മാർ കൂടുതലാണ്. യേശു ലോകേഷു അസ്പർദ്ധന്ത, ലോകത്തിൽ സ്പർജിച്ച് പരസ്പരം സ്പർദ്ധയുണ്ടാക്കി. ബാഹ്യമായി ഒന്ന്, ആന്തരികമായി മുഖ്യമായിട്ട് ആന്തരികമായി ദേവാഹ കാനീയസഹ, ആ ദൈവിക ഭാവങ്ങൾ ആന്തരിക ഭാവങ്ങൾ അതല്പമാണ്. ജായസ ആസുരഹ, ആസുരഭാവങ്ങളാണ് കൂടുതലും, അതാണ് കൂടുതലും പ്രകടമായി ഉയർന്നു വരുന്നത്. പക്ഷെ ലോകേഷു അസ്പർദ്ധ, അവരുടെ ഉള്ളിൽ അന്ധകരണത്തിൽ അവർ പരസ്പര സ്പർദ്ധ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദേവാസുര സംഗ്രാമം ദേഹദേവ ഊചഹു, അങ്ങനെ അവർക്ക് ദേവന്മാർക്ക് സാത്വിക ഭാവങ്ങൾക്ക് അസുരന്മാരെ ജയിക്കണമെന്ന് തോന്നി. അപ്പോൾ അവരെന്ത് ചെയ്ത് ഉദ്ഗീതേന അത്യയാ, ഇനി ഞങ്ങൾ ഉപാസനയിലൂടെ ഈ ആസുരഭാവങ്ങളെ ജയിക്കും. ഇത്രയും ഭാഗം ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു. അവിടെ ചോദിക്കുന്നു, ജ്ഞാനം തു ഇതമേവ നിരൂപ്യമാണ്. കുറച്ച് മുമ്പോട്ടാണ്, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ എൻ്റെ സാരാംശത്തെ പറഞ്ഞു. ഇത് ജ്ഞാനമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്ഞാനത്തെക്കുറിച്ചാണ്. ജ്ഞാനമെന്ന് വെച്ചാൽ ഉപാസന. ശ്രദ്ധിക്കുന്നു, പ്രാണ ഉപാസനയെക്കുറിച്ച് പറയുകയാണ് ഇവിടെ എന്നർത്ഥം. ഈ ഭാഷ്യകാരൻ പലയിടത്തും അങ്ങനെ ശബ്ദങ്ങൾ പ്രയോഗിക്കും.
ഉപാസനയ്ക്ക് ജ്ഞാനം എന്നുള്ള പദവി അത് പ്രകടനം അനുസരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാകും. തത്വജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് ധരിച്ചു. നന്നിതം അഭ്യാരോഹ ജപ വിധിശേഷം അർത്ഥബോധോ ജ്ഞാന നിരൂപണം, ഇതെല്ലാം എന്താണ്? ആ അശ്വമേധ കർമ്മത്തിന്റെ ഭാഗമായി വരുന്ന കേവലം ജപിക്കാനുള്ള മന്ത്രങ്ങളാണ്. അതിന് കുറച്ച് അർത്ഥവും കാണും. ഇതൊന്നും ഉപാസനാപരമായിട്ട് എന്തിനെടുക്കണം പറയുന്നു. അല്ല ഏവം വേദ ഇത് വചന. കാരണം ഇവിടെ പ്രത്യേകം പറയുന്നു, ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നവന് അതിന് ഇന്ന ഫലം ഉണ്ടാകുന്നെന്ന് പറയുന്നു. ഇങ്ങനെ ഭാഷ്യകാരൻ പറയാൻ കാരണം, ഇങ്ങനെ വരുന്ന ഭാഗങ്ങൾ, കർമ്മത്തോട് ചേർന്ന് വരുന്ന ഭാഗങ്ങൾ, ഇതിനുശേഷം വരുന്ന തത്വജ്ഞാന ഭാഗത്തെ പോലും ഈ വൈദികരിൽ പലരും കണ്ടിരുന്നത് വെറുതെ കർമ്മം ചെയ്യുമ്പോൾ ചൊല്ലാനുള്ള മന്ത്രങ്ങൾ. അതിനെന്തെങ്കിലും ഫലം ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ സാധാരണ പൂജാരിമാർ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ. മന്ത്രം ചൊല്ലുന്നു, അതിന്റെ അർത്ഥം എന്താണെന്നൊന്നും അറിഞ്ഞിട്ടല്ല. കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഇത് ചൊല്ലണം, ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഫലം ഉണ്ടാകും എന്നുള്ള ഒരു ശ്രദ്ധ കൊണ്ട് ചൊല്ലുന്നു, ഒന്നും മനസ്സിലാക്കാതെ. ചൊല്ലുന്നത് ശരിയാണോ തെറ്റാണെന്ന് പോലും ചിന്തിക്കാതെ. അതുപോലെ വൈദിക കർമ്മങ്ങളുടെ ഭാഗമായി ചൊല്ലേണ്ട മന്ത്രങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഉപാസന ഇതിനുണ്ടോ? എന്താ ഉപാസന? അതിനപ്പുറം വരുന്ന തത്വജ്ഞാനം എന്താണ്? അതുകൊണ്ട് ഇത് കേവലം അർത്ഥവാദമായിട്ടെടുത്താലോ ഉദ്ഗീത പ്രസ്താവേ പുരാകൽപ്പശ്രവണ ഉദ്ഗീത വിധിപരമിതി ചെയ്ത് പറയുന്നു. ഈ ഉപാസനപരമായ വാക്യങ്ങളെക്കുറിച്ച് പറയുന്നു ഉദ്ഗീതങ്ങൾ. അതിനി പറയും അസതോമ സദ്ഗമയ തുടങ്ങിയ ഭാഗങ്ങൾ. അവിടെ എന്താണ്? പുരാകൽപ്പത്തെക്കുറിച്ചും പറയുന്നുണ്ട്, സൃഷ്ടിയെക്കുറിച്ചും മറ്റും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേവലം ആ മന്ത്രങ്ങളെ വിധിച്ചിരിക്കുകയാണ്. അവിടെ ഭാവനയൊന്നുമില്ല, കേവലം മന്ത്രം ചൊല്ലിയാൽ മതി. പക്ഷെ കേവലം മന്ത്രം ചൊല്ലിയാൽ മതി കർമ്മിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അർത്ഥം മനസ്സിലാക്കി ഇത് ഉപാസനയാണ്, അർത്ഥഭാവനയാണെന്നുള്ള ഭാവനയോടുകൂടി ചെയ്താലേ അത് ഉപാസനയാകത്തുള്ളൂ. അത് ഈ പറയുന്ന അസുരന്മാരെ ജയിക്കുന്നതിന് ഉപകരിക്കത്തുള്ളൂ. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വേണ്ട എന്നാണ് പറയുന്നത്. ഇത് ചെയ്യുന്ന പ്രകരണ ഉദ്ഗീതസ്യ അന്യത്ര വിഹിതത്വ വിദ്യാപ്രകടനത്വസ്യ പറയുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണ്. വൈദികമായ കർമ്മങ്ങളോട് ചേർന്ന് അർത്ഥവാദ വാക്യങ്ങൾ വരാറുണ്ട്. കേവലം ജപത്തിന് വേണ്ടിയിട്ടുള്ള വാക്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇത് ഉപാസനയുടെ പ്രകരണമാണ്, ഇത് ഉപാസനയ്ക്ക് വേണ്ടിയാണ്. ഉപാസന സഫലമാണ്. അഭ്യാരോഹ ജപസ്യ ചാനിത്യത്വ ഏവം വിദ് പ്രയോജ്യത്വ. ഇത് നിങ്ങൾ പറയുന്ന ഈ അഭ്യാരോഹ ജപം എന്ന് പറയുന്ന കർമ്മസന്ദർഭത്തിൽ വരുന്ന മറ്റ് മന്ത്രങ്ങളെക്കുറിച്ചാണ്. അത് അവിടെയൊക്കെ സംബന്ധിച്ച് അവിടെ എന്താണ്? വികല്പങ്ങളുണ്ട്. അത് ചിലയിടത്ത് അത് ചൊല്ലാം, ചിലയിടത്ത് ചൊല്ലാതിരിക്കാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഉപാസിച്ചേ മതിയാവും, ഉപാസനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുകയാണത്. അനുഷ്ഠേയമായി ഉപാസകൻ ഇത് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് വിജ്ഞാനസിദ്ധ നിത്യവത് ശ്രവണ. എങ്ങനെയാണ് നിത്യകർമ്മങ്ങളെ കുറിച്ച് പറയുന്നത്? അത് ഒരിക്കലും വിടാൻ പാടില്ല, അത് ചെയ്തേ തീരും. പക്ഷെ കർമ്മത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ ചില മന്ത്രങ്ങൾ അവിടെ വികല്പങ്ങളും മറ്റുമൊക്കെ ഉണ്ട്, ചെയ്യുകയോ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യും. ഇത് കർമ്മത്തിന്റെ ഭാഗമായി വരുന്നെങ്കിലും ഉപാസന നിത്യവത് ശ്രവണ, നിത്യകർമ്മങ്ങളെപ്പോലെ തന്നെ അത് അനുഷ്ഠിച്ചേ തീരൂ എന്ന് പറഞ്ഞിരിക്കുന്നു. തദ്ഹേതോകജിദേവ ഇതിജശ്രുതേഹേ, ഇതിന് ഫലമുണ്ട്, ഇത് ഫലത്തെ പ്രാപിക്കും എന്നും മറ്റും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉപാസന കൂടിയേ തീരു. പ്രാണസ്യ വാഗാദീനാഞ്ച അശുദ്ധി അശുദ്ധി വചന. മാത്രമല്ല അവിടെ പ്രാണൻ, വാക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ ഇവിടെ പറയും. ഞാൻ അതിന്റെ ശുദ്ധി അശുദ്ധികളെ കുറിച്ചൊക്കെ പറയും. അതെല്ലാം കൊണ്ട് പ്രാണ ഉപാസനയാണ് പറയുന്നത്. നഹി അനുപന്യസ്തി പ്രാണസ്യ ശുദ്ധിവചനം വാഗാദീനാഞ്ചസ ഉപന്യസ്ഥാനം അശുദ്ധിവചനം വാഗാദി നിന്ദയ മുഖ്യപ്രാണ സ്തുതിച്ച വിപ്രേത ഉപദ്ധിത. അതുകൊണ്ട് പ്രാണൻ ശുദ്ധമാണെന്ന് പറയുക, മറ്റുള്ളതെല്ലാം അശുദ്ധമാണെന്ന് പറയുക, പ്രാണനെ സ്തുതിക്കുക, മറ്റുള്ളതിനെ നിന്ദിക്കുക, ഇതെല്ലാം എന്താണ് ഇവിടെ ഉപാസനയുടെ പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല
മൃത്യും അതിക്രാന്തോ ദീപ്യത ഇത്യാദി ഫലവചനം ച. ഈ ഉപാസകൻ മൃത്യുവിനെ അതിക്രമിച്ച് ശോഭിക്കുന്നു എന്നുവെച്ചാൽ മരണത്തെ അതിജീവിക്കുന്ന ശ്രേഷ്ഠമായ ഫലത്തെക്കുറിച്ച് പറയുന്നു. അതെല്ലാം കൊണ്ട് പ്രാണരൂപ ഉപത്തേർഹി ഫലം തദ് വാഗാദീനാം അഗ്നിയാദിഭവ. അതുകൊണ്ട് ഇവിടെ വാഗാദികളിൽ അഗ്നിയാദി കൽപ്പന എന്നുവെച്ചാൽ ഉപാസന ഇതെന്താണ്? സഫലമാണ്. ഇവിടെ പറയും ഉപാസനയുടെ ഫലം എന്ന് പറയുന്നത് പ്രാണരൂപപ്രാപ്തി, പ്രാജാപത്യപ്രാപ്തി, മരണമില്ലാത്ത അവസ്ഥ, ശരീരം നശിച്ചിട്ട് ജനിക്കുകയല്ല, മറിച്ച് എന്താണ്? ഇവിടെ ജനനമില്ല, സ്വയം തന്നെ പ്രജാപതിയായി മാറുന്നു. ഇത്തരം ഫലങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് ഈ ഉപാസന വിശിഷ്ടമാണ് എന്നാണ്. ഉപാസനയെ അംഗീകരിക്കണം. ഇതിനെ മറ്റ് അർത്ഥവാദ മന്ത്രങ്ങളെപ്പോലെ കാണരുത് എന്ന് പറയുമ്പോൾ പൂർവക്ഷി പറയുന്നു ഭവതു നാമ പ്രണനസി ഉപാസന. അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കാം. പ്രാണോപാസനവും ഒരു മുഖ്യമായ ആധ്യാത്മിക സാധനയാണ്. ഇന്നത് വിശുദ്ധ്യാദി ഗുണവത്തേതി ശ്രദ്ധത്വ. പക്ഷെ അതൊന്നും നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ വിശുദ്ധ്യാദി ഭാവനയോടുകൂടി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അത് പറയുന്നത് മറ്റു ഭാഗങ്ങളിലെല്ലാം ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അവിടെ അതിൻ്റെ അർത്ഥനിഷ്ഠയോടുകൂടി ചൊല്ലണമെന്നും നിർബന്ധമില്ല. ഇവിടെ അതെല്ലാം വിശേഷിച്ചെന്തിനു പറയുന്നു? വിശുദ്ധ ഭാവനയോടുകൂടി അത് ചെയ്യുക എന്നെല്ലാം പറയുന്നു. ചോദിക്കുന്നു, അതങ്ങനെ വിധിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യേണ്ടതല്ലേ? ചെയ്യണം. ഉപാസ്യത്തെ സ്തുത്യർത്ഥേ. ഇത് ഉപാസ്യമാണോ? ഇത് കേവല സ്തുതിക്ക് വേണ്ടിയല്ല. അല്ല എന്നാ ആ വിപരീതാർത്ഥ പ്രതിപത്തേ ശ്രേയപ്രാപ്തി വിപത്തേർ ലോകവത് യോഹി അവിപരീതമർത്ഥം പ്രതിപത്തി ലോകേ ഇഷ്ടം പ്രാപ്നോതി അനുഷ്ഠാന്വാ നിവർത്തതേ എന്ന വിപരീതാർത്ഥ പ്രതിപത്യ തഥൈഹാവി ശ്രൗത ശബ്ദജനിത അർത്ഥപ്രതിപത്തു ശ്രേയപ്രാപ്തി രൂപന നവിപരി. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഇവിടെ പ്രാണ ഉപാസന പോലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞ ഈ മന്ത്രങ്ങളിൽ നിന്നും ഇതിന്റെ ശരിയായ അർത്ഥത്തെ മനസ്സിലാക്കി എങ്ങനെയാണോ ശ്രുതിയുടെ താല്പര്യം ആ താല്പര്യത്തെ അനുസരിച്ച് തന്നെയാണ് ഈ വൈദികൻ ഇവിടെ ഉപാസിക്കേണ്ടത്. ശരിയായ അർത്ഥം മനസ്സിലാക്കി ഉപാസിച്ചാലേ ശരിയായ ഫലം ഉണ്ടാകത്തുള്ളൂ. ഇത് പൊതുവെ പറയുന്ന ഒന്നാണ്. ഉപാസനയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉപാസന എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കി തെറ്റായി ധരിക്കാതെ ഉപാസിച്ചാൽ മാത്രമേ ആ ഉപാസനയ്ക്ക് അവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന ഫലമുണ്ടാവും. കാരണം ഒരു ഉപാസനയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ആ ഉപാസനയുടെ ഫലത്തെക്കുറിച്ചും പറയും. എന്തിനു വേണ്ടി ആ ഉപാസന അനുഷ്ഠിക്കണം? ആ ഫലത്തിന് വേണ്ടി. നമുക്ക് ആ ഫലം തന്നെ കിട്ടണമെന്ന് നിർബന്ധമാണെങ്കിൽ ആ ഉപാസനയ്ക്ക് എന്ത് വിധിവിധാനങ്ങളാണോ ഉള്ളത് അതെല്ലാം പൂർണ്ണമായി അറിഞ്ഞ് അതനുഷ്ഠിച്ച് തന്നെ ചെയ്യണം. ഇതൊരു പൊതുവായ തത്വമാണ്. ചെയ്തല്ല ഫലം കിട്ടും. ആ ഉപാസനയിൽ എന്തെങ്കിലും വൈഗുണ്യം വന്നു കഴിഞ്ഞാൽ, ന്യൂനത വന്നു കഴിഞ്ഞാൽ ഫലത്തിന് അത് സംഭവിക്കും, ഫലവും കിട്ടാതെ. അപ്പോൾ ഉപാസനയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭക്തിയുണ്ട്, അതുകൊണ്ട് വിഭക്തി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. അത് സാധ്യമല്ല. ഇവിടെ ഉപാസനകൾ വിധിച്ചിരിക്കുകയാണ്, വിധിവിധാനങ്ങളുണ്ട്, ഫലത്തെയും വിധിച്ചിരിക്കുന്നു. അപ്പോൾ വിധി അനുസരിച്ച് തന്നെ ചെയ്യണം. ശ്രേയപ്രാപ്തി രൂപൻ, അതുകൊണ്ട് ശ്രേയസ്സുണ്ടാവും. എന്നാൽ വിവരി വിധി അറിയാത്തത് കൊണ്ടോ അത് ചെയ്യുന്നതിനുള്ള അശക്തി കൊണ്ടോ നമ്മൾ സ്വയം എന്തെങ്കിലും സമാധാനം കണ്ടെത്തും, അതുകൊണ്ട് ഫലം ഉണ്ടാകത്തില്ല. അത് വിശേഷിച്ചും വൈദികമായ ഉപാസനകൾ. അതുകൂടെ ഭാഷ്യകാരൻ ഉറപ്പിച്ച് പറയുകയാണ്, വിധിപ്രകാരം തന്നെ ചെയ്യുക എന്നാൽ ആ ഫലം ഉണ്ടാകും. എന്നാൽ വിപരീത മറിച്ചാണെങ്കിൽ സംഭവിക്കത്തില്ല എന്നർത്ഥം. നമ്മുടെ ലൗകികമായ ഉപാസനകളിൽ പലപ്പോഴും നമ്മൾ ഓരോ സൂത്രങ്ങളെ കണ്ടുപിടിക്കും. കാരണം പൂജയും മന്ത്രങ്ങളും ഹോമവും ഒക്കെ ചെയ്യുന്നവർ അതൊന്നും ശരിക്കറിയാതെ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് അവസാനം ഒരു ക്ഷമാപണം ചൊല്ലി കാര്യങ്ങളങ്ങ് ഒതുക്കും. സർവമേധക്ഷമസ്വ, ഞാൻ വിവരമില്ലാതെയാണ് ചെയ്തത്, വിവരമില്ലാതെ ചെയ്യുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ട് ദയവേത് അങ്ങ് ക്ഷമിച്ചുകൊള്ളുക. വിവരം ഉണ്ടാക്കാനൊന്നും ഇനി ശ്രമിക്കാൻ സമയമില്ല, അപ്പോൾ അറിയാവുന്നുള്ളതുപോലെ ചെയ്യുന്നു, ക്ഷമിച്ചുകൊള്ളുക. എന്നാ ഇതൊന്നും മനസ്സിലാക്കിയിട്ട് ചെയ്യുക,
എന്തായാലും ബോധ്യമുണ്ടല്ലോ ചെയ്യുന്നത് ശരിയല്ലെന്ന്. അല്ലെങ്കിൽ പിന്നെ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ക്ഷമ ചോദിക്കുന്നതിൻ്റെ അർത്ഥം ഈ ചെയ്യുന്നത് ശരിയല്ലെന്ന് സ്വയം ബോധ്യമുണ്ടെന്നാണ്. അല്ലെങ്കിൽ പിന്നെ എന്ന് ക്ഷമ ചോദിക്കുന്നില്ല, ഒരു ദിവസം ചോദിച്ചാൽ പോരെ. അപ്പോൾ എന്ന് ക്ഷമ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്വയം തന്നെ അറിയാം താനത് ചെയ്യുന്നത് ശരിയായിട്ടല്ല. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ശരിയായി ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാക്കുക. അതിനൊന്നും ശ്രമിക്കാനും വയ്യ. പകരം എന്താണ്? ക്ഷമ ചോദിച്ച് കാര്യം സാധിക്കുക. അത് ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇതൊന്നും ചെയ്യുന്നതുകൊണ്ട് ഈ ചെയ്യുന്നവനും ഗുണമില്ല, കാശ് കൊടുക്കുന്നവനും ഗുണമില്ല, രണ്ടുപേർക്കും വിശേഷിച്ച് ഫലമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആകാം. അത് ചെയ്യുന്നവനും അറിയാം. പക്ഷെ വേദത്തിൽ അങ്ങനെയൊന്നും കയറി പ്രവർത്തിക്കരുത്. വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രേയപ്രാപ്തി എന്നൊക്കെ അവിടെ ശ്രേയസ് എന്ന് പറയുന്നത് പറയുന്ന ഫലം ഉണ്ടാകണമെങ്കിൽ അതിൽ യാതൊരു വ്യത്യാസവും വരുത്താതെ അതുപോലെ തന്നെ ചെയ്യണം. എന്ന വിപരീ. അതുകൊണ്ട് ഉപാസനയെ സംബന്ധിച്ച് അർത്ഥം മനസ്സിലാക്കി ശരിയായ രീതിയിൽ തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ ഉപാസനാർത്ഥ ശ്രുത ശബ്ദ ഉക്ത വിജ്ഞാന വിഷയ അയഥാർത്ഥത്തെ പ്രമാണമസ്യ. അത് മാത്രമല്ല, ശ്രുതി എന്തിനാ വേദം അധ്യയനം ചെയ്യുന്നത്, എന്തിനാ പൂർവമീമാംസയുടെ വിചാരം ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്തിട്ട് ശ്രോതമായ ശബ്ദം, ശ്രോതമായ അർത്ഥം അതൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നു. അതിന് പിന്നെ ഭ്രമമൊന്നും വരാൻ വഴിയില്ല. അതിന്റെ പരമ്പരയും അതിന്റെ ആചാര്യന്മാരിൽ നിന്നുമൊക്കെ അതെല്ലാം മനസ്സിലാക്കി ബോധ്യപ്പെടുന്നതിന് വിപരീതമായ അർത്ഥങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് കാലം കൊണ്ട് ആചാര്യന്മാരതൊക്കെ മാറ്റിയത്. കാരണം വൈദികമായൊരു കാലം കഴിഞ്ഞു, ജനങ്ങൾക്കൊക്കെ ഇതിന് ശ്രദ്ധയും ശേഷിയും കുറഞ്ഞു. പിന്നെ ആ കർമ്മങ്ങളെല്ലാം അതേപോലെ അറിഞ്ഞ് അനുഷ്ഠിക്കുന്നതിന് മനുഷ്യന് ശേഷിയില്ല. അതാണ് ഒരു കാര്യം, ശ്രദ്ധയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ രൂപങ്ങൾക്കെല്ലാം മാറ്റം വരുത്തിയാണ് പിന്നീട് സ്മാർത്ഥമായ കർമ്മങ്ങളും ഉപാസനകളും ക്ഷേത്ര ഉപാസനകളും മറ്റ് ദേവതാ ഉപാസനകളും ഒക്കെ വന്നത്. അതുകൊണ്ടാണ് അത് വൈദികമായ അർത്ഥത്തിന് അതിൽ മാറ്റമൊന്നും വരാൻ പാടില്ല. എന്നുവെച്ചാൽ തത് വിജ്ഞാനത്തെ അപവാദ ശ്രൂയത്തെ. ശ്രുതിയുടെ താല്പര്യം അതിന്റെ അർത്ഥം അതിന് അപവാദമായിട്ട് മറ്റൊന്നുമില്ല. ശ്രുതിയുടെ താല്പര്യം ശ്രുതിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കും, അതനുസരിച്ച് തന്നെ ചെയ്യണം. ഒരു ലോകയുക്തികളെ കൊണ്ടോ ലൗകികമായ ജ്ഞാനങ്ങളെ കൊണ്ടോ ശ്രുതിയുടെ താല്പര്യത്തിന് നിഷേധിക്കാൻ പറ്റത്തില്ല. അത് അസംബന്ധമാണ്, അത് ഭ്രാന്തിയാണെന്ന് പറയാൻ കഴിയത്തില്ല. തത് ശ്രേയപ്രാപ്തി ദർശനം. അതുകൊണ്ട് അത് അനുഷ്ഠിക്കുന്നവന് അതിൽ നിന്ന് ശ്രേയസ്സുണ്ട്. യഥാർത്ഥതാം പ്രതിപദ്യാമഹേ, യഥാർത്ഥതാം പ്രതിപദ്യാമഹേ. അതുകൊണ്ടെന്താണ്? ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കുക, ശരിയായ അർത്ഥത്തെ മനസ്സിലാക്കുക. ഭാഷ്യകാരൻ പറയുന്നു, ഞങ്ങൾ അതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതിനെ ആശ്രയിച്ചുകൊണ്ട് പറയുകയാണ് വിപരീച്ച അനർത്ഥപ്രാപ്തി ദർശന. അത് മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അനർത്ഥത്തെ ഉണ്ടാകും. ശരിയെ അറിഞ്ഞ് തന്നെ അത് അനുഷ്ഠിക്കണം. യോഹി വിപരീയന അർത്ഥം പ്രതിബദ്ധതയിലൊക്കെ പുരുഷസ്ഥാണുരെത്തി അമിത്രം മിത്രമിതിവാസം അനർത്ഥം പ്രാപ്തി പറയുന്നു. ലൗകികമായ കാര്യങ്ങളിൽ പോലും നമ്മൾ വിപരീതമായ അർത്ഥത്തെ ധരിച്ചു കഴിഞ്ഞാൽ അവിടെ ദോഷമുണ്ടാവും. പുരുഷനെ തൂണെന്ന് ധരിച്ചു, ഭയമുണ്ടായി. ശത്രുവിനെ മിത്രമെന്ന് ധരിച്ചു, വലിയ അപകടമുണ്ടായി. വിപരീത ബുദ്ധി ലോകത്തിൽ തന്നെ അപകടം ഉണ്ടാക്കുന്നു. അപ്പോൾ വേദത്തെ സംബന്ധിച്ച് പറയാനുണ്ടോ? വൈദികമായ കാര്യങ്ങളിൽ ശരിയായ അർത്ഥത്തെ ധരിച്ച് കർമ്മമായാലും ശരി ഉപാസനയായാലും ശരി ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുക. എന്നാൽ മാത്രമേ അവിടെ പറയുന്ന ഫലമുണ്ടാകൂ. മറിച്ചാണെങ്കിൽ അവിടെ ചിലപ്പോൾ അനർത്ഥവും ഉണ്ടാകാം. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയായ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ഉപാസന സഫലമാണ്. എന്നിട്ട് ആ വിഷയങ്ങൾ ഒന്നുകൂടി വിശദമായി ചർച്ച ചെയ്യും. പൂർണ്ണമേവാവശിഷ്യ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം